Meet the editors. തോൽപ്പിച്ചത് ലീഗോ എന്നതാണ് ചോദ്യം. ഉണ്ണിബാലകൃഷ്ണൻ, ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ ഇന്നലത്തെ പ്രസംഗം NGO യൂണിയൻ അതിൽ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു. അപ്പോൾ തോറ്റ കാര്യങ്ങൾ പരിശോധിക്കുന്നു, പാർട്ടി തിരുത്തുമെന്നൊക്കെ MP ഗോവിന്ദൻ പറഞ്ഞതിന് ശേഷമുള്ളൊരു പ്രതികരണമാണ്. ആ പ്രതികരണത്തെ എങ്ങനെയാണ് കാണുന്നത്? നോക്കൂ സ്മൃതി, ഇപ്പോൾ ഈ 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിലേക്ക് പോകുന്നതിന് തൊട്ട് മുമ്പ് നമുക്ക് വളരെ ശ്രദ്ധേയമായ 2 CPM നേതാക്കളുടെ പ്രസ്താവനകൾ പരിശോധിക്കണം. 24 തെരഞ്ഞെടുപ്പിലേക്ക് പോകുന്നതിന് തൊട്ട് മുമ്പ് MV ഗോവിന്ദൻ മാസ്റ്റർ ലീഗിനെ കുറിച്ച് പറഞ്ഞത് എന്താണ്? അദ്ദേഹം പറഞ്ഞത് ന്യൂനപക്ഷങ്ങളുടെ അവകാശ സംരക്ഷണത്തിന് വേണ്ടി ജനാധിപത്യപരമായി പ്രവർത്തിക്കുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമാണ് മുസ്ലിം ലീഗ് എന്നാണ് MV ഗോവിന്ദൻ മാസ്റ്റർ വാർത്താ സമ്മേളനത്തിൽ വളരെ വ്യക്തമായി പറഞ്ഞത്. അതിനുശേഷം LDF കൺവീനറായി EP ജയരാജൻ എന്താ പറഞ്ഞത്? അവർക്ക് 2 സീറ്റേ കൊടുക്കുന്നുള്ളൂ. യഥാർത്ഥത്തിൽ ലീഗിന് 2 സീറ്റിനുള്ള മാത്രം അവകാശമല്ല ഉള്ളത്, അവർക്കിനിയും ധാരാളം സീറ്റുകൾക്ക് അവകാശമുണ്ട് എന്ന് മാത്രവുമല്ല, ലീഗിൻ്റെ പിന്തുണയില്ലെങ്കിൽ കോൺഗ്രസ് 1 സീറ്റ് പോലും വിജയിച്ചു വരത്തില്ല. എന്നാൽ ലീഗ് ഒറ്റയ്ക്ക് മത്സരിച്ചാൽ അവർ വിജയിച്ചു വരികയും ചെയ്യും. ഈ രീതിയിലാണ് ലീഗിനോടുള്ള സമീപനം CPM 2 നേതാക്കളിലൂടെ വ്യക്തമാക്കിയത്. 24 തെരഞ്ഞെടുപ്പിന് ശേഷം ഇപ്പോൾ പിണറായി വിജയൻ ഈ രീതിയിലൊരു പ്രസ്താവന, ലീഗിൻ്റെ മുഖം വികൃതമായിരിക്കുന്നു എന്നും SDPIയുമായും വെൽഫെയർ പാർട്ടിയുമായും ലീഗിനെ കൂട്ടിക്കെട്ടാൻ അദ്ദേഹം നടത്തുന്ന ശ്രമവും വേറൊരു രീതിയിലാണ് നമ്മൾ വായിച്ചെടുക്കേണ്ടതെന്ന് തോന്നുന്നു. അതിൻ്റെ ഒരു വിശകലനത്തിലേക്ക് വരുമ്പോൾ നമ്മൾ ആദ്യം അന്വേഷിക്കേണ്ടത് 2016 2021 CPMനും ഇടതുപക്ഷത്തിനും കേരളത്തിലൊരു വലിയ വിജയം ഉണ്ടായിട്ടുണ്ട്. 2016 വിജയത്തിൻ്റെ പ്രധാനപ്പെട്ട കാരണം നിശ്ചയമായി നമുക്കറിയാവുന്നതുപോലെ തന്നെ ഉമ്മൻചാണ്ടി സർക്കാരിനെതിരായിട്ടുണ്ടായിട്ടുള്ള ബാർക്കോഴ വിവാദവും സോളാർ കേസും ഒക്കെ തന്നെയാണ്. എന്നാൽ അന്ന് 2016 91 സീറ്റുകളിലേക്കാണ് വിജയിച്ചു വരുന്നത് CPMന് LDF. CPMന് മാത്രമായിട്ട് 58 സീറ്റുണ്ട്. ആ ഒരു വലിയ വിജയം കേരളത്തിൽ സാധ്യമായത് യഥാർത്ഥത്തിൽ ന്യൂനപക്ഷ വോട്ടുകൾ, പ്രത്യേകിച്ച് മുസ്ലിം സമുദായത്തിൻ്റെ വോട്ടുകൾ നല്ല രീതിയിൽ ഇടതുപക്ഷത്തേക്ക് വന്നു എന്നുള്ളത് കൊണ്ട് തന്നെയാണ്. നമ്മളിപ്പോൾ വടക്കൻ ജില്ലകളെടുത്ത് പരിശോധിച്ചാൽ ആ കാലത്ത് 2014 തെരഞ്ഞെടുപ്പിൽ ഇപ്പോൾ കണ്ണൂരിൽ നല്ലൊരു വിഭാഗം മുസ്ലിം സമുദായത്തിന് സ്വാധീനമുള്ള ജില്ലയാണ്. അവിടെ കണ്ണൂരിൽ 11 മണ്ഡലങ്ങളാണ്, നിയമസഭാ മണ്ഡലങ്ങളാണുള്ളത്. അതിൽ 8 വിജയിച്ചു വന്നത് പിന്നെ ഇടതുപക്ഷമാണ്. അതേപോലെ വയനാട്ടിലാകെ ആ ജില്ലയിൽ 3 സീറ്റുകളേ ഉള്ളൂ. പക്ഷേ നമുക്കറിയാമല്ലോ, മുസ്ലിം സമുദായത്തിനും ലീഗിനും വലിയ സ്വാധീനമുള്ള ഒരു ജില്ലയാണ്. അവിടെ ആ 3 സീറ്റുകളിൽ 2 സീറ്റും 2016 ജയിച്ചത് ഇടതുപക്ഷമാണ്. കോഴിക്കോട് 13 സീറ്റുകളാണ് നിയമസഭയിലേക്കുള്ളത്. അതിൽ 11 സീറ്റും 2016 ജയിച്ചത് പിന്നെ LDF ആണ്. അതുപോലെ ആലപ്പുഴയിലും ഇതുപോലെ തന്നെ വലിയ സ്വാധീനമാണ് മുസ്ലിം സമുദായത്തിനുള്ളത്. അവിടെ ആകെയുള്ള 9 സീറ്റിൽ 8 സീറ്റ് വിജയിച്ചു CPM. കൊല്ലം 11 സീറ്റും വിജയിച്ചു. കൊല്ലത്തും ഇതേപോലെ തന്നെ മുസ്ലിങ്ങൾക്ക് വലിയ സ്വാധീനമുള്ള ഒരു ജില്ലയാണ്. ആ അർത്ഥത്തിൽ 2016 തെരഞ്ഞെടുപ്പ് ഫലം പരിശോധിക്കുമ്പോൾ ന്യൂനപക്ഷങ്ങളുടെ, പ്രത്യേകിച്ച് മുസ്ലിങ്ങളുടെ വോട്ട് വലിയ രീതിയിൽ ഇടതുപക്ഷത്തിലേക്ക് എത്തി എന്നുള്ളത് തന്നെയാണ് ആ 91 സീറ്റിൻ്റെ വിജയം എന്ന് പറയുന്നത്. 2021 വരുമ്പോൾ സ്ഥിതി കുറച്ചുകൂടി LDFന് അനുകൂലമാവുകയാണ്. 2014 തെരഞ്ഞെടുപ്പിൽ മറ്റൊരു സാഹചര്യം കൂടി ഉണ്ട് കേട്ടോ. അന്ന് 2014 മോഡി അധികാരത്തിൽ വരുന്നു എന്നുള്ളതാണ്, ദേശീയ അധികാരത്തിൽ വരുന്നു. അപ്പോൾ തന്നെ അദ്ദേഹം വളരെ ശക്തനായി വരുന്നു. അപ്പോൾ 2016 ഈ പറഞ്ഞ കണക്ക് കോൺഗ്രസിൽ നിന്നൊക്കെ വലിയ നേതാക്കളുടെ ഒഴുക്ക് BJPയിലേക്ക് സംഭവിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഈ പറയുന്ന മുസ്ലിങ്ങൾ ഒരു വലിയ പ്രതീക്ഷയോടുകൂടി, അതായത് BJPക്ക് എതിരായിട്ടുള്ള പ്രതിരോധം തീർക്കുന്നതിൽ ഇടതുപക്ഷത്തെ വളരെ പ്രതീക്ഷയോടുകൂടി കാണുന്ന ഒരു അന്തരീക്ഷം കൂടി 2016 അപ്പോൾ ഈ ഉമ്മൻചാണ്ടി സർക്കാരിനെതിരായിട്ടുള്ള ഈ ബാർക്കോഴയ്ക്കും സോളാർ കേസിനും ഒക്കെ അപ്പുറം ഒരു മോഡി വിരുദ്ധ വികാരം കൂടി ഈ പറയുന്ന LDFനെ അന്ന് പിന്തുണയ്ക്കുന്നതിൽ ന്യൂനപക്ഷങ്ങളെ പ്രേരിപ്പിച്ചിട്ടുണ്ട്. 2021 അങ്ങനെ തന്നെയാണ് സ്ഥിതി എന്ന് മാത്രമല്ല, ഞാൻ പറഞ്ഞല്ലോ, മെച്ചപ്പെടുകയാണ് ചെയ്തത്. 91 ആയിരുന്നു 2016, അല്ലെങ്കിൽ 99 സീറ്റിലേക്കാണ് 2021 വരുന്നത്. 8 സീറ്റ് കൂടുന്നു എന്ന് മാത്രമല്ല, CPMൻ്റെ സീറ്റും വർദ്ധിക്കുന്നു, 58 നിന്ന് 62 സീറ്റുകളിലേക്ക് വർദ്ധിക്കുന്നു. അപ്പോഴും ഈ ജില്ലകളിലേക്ക് സ്ഥിതി അങ്ങനെ തന്നെയാണ്. ചില ജില്ലകളിലൊക്കെ അത് വർദ്ധിക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ പാലക്കാട് 9 സീറ്റായിരുന്നു 2016, അത് 10 സീറ്റായിട്ട് വർദ്ധിക്കുകയാണ്. പാലക്കാടൊക്കെ വലിയ സ്വാധീനമുണ്ട് മുസ്ലിം സമുദായത്തിന്. അതേപോലെ തന്നെ കോഴിക്കോട് ആ സെയിം അവസ്ഥ നിലനിർത്താൻ പറ്റി. കണ്ണൂർ 8 സീറ്റായിരുന്നത് 2016, 2021 9 സീറ്റായിട്ട് വർദ്ധിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ രീതിയിൽ മുസ്ലിം ന്യൂനപക്ഷത്തിൻ്റെ ഒരു വോട്ട് നല്ല രീതിയിൽ ഇടതുപക്ഷത്തേക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നു. അപ്പം നോക്കൂ, ആ ഒരു സോഷ്യൽ എഞ്ചിനീയറിംഗ് നന്നായി ഇടതുപക്ഷത്തിന് ചെയ്യാൻ കഴിഞ്ഞു. 2019 സ്ഥിതി വ്യത്യസ്തമാണ്, അത് സമ്മതിക്കുന്നു. അതൊരു എക്സെപ്ഷനാണ്. കാരണം എന്ന് വെച്ചാൽ രാഹുൽ ഗാന്ധി മത്സരിക്കുന്നു, രാഹുൽ ഗാന്ധി ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാവും എന്ന് വിചാരിക്കുന്നു. വലിയൊരു വോട്ട്, അതിന് ന്യൂനപക്ഷങ്ങളുടെ മാത്രമല്ല, ഭൂരിപക്ഷത്തിൻ്റെയും, സെക്കുലറായ ഭൂരിപക്ഷത്തിൻ്റെയും ഒക്കെ വോട്ടുകൾ വലിയ രീതിയിൽ കോൺഗ്രസിന് കിട്ടുന്നു. 19 സീറ്റിന് വിജയം ഉണ്ടാകുന്നു. 2024 ഈ സ്ഥിതി ഒന്നുമില്ലല്ലോ. ഇപ്പോൾ പാർട്ടി ശരിയായിട്ട് വിലയിരുത്തിയിട്ടുള്ളതുപോലെ സംഘപരിവാറിൻ്റെ BDJS തുഷാർ വെള്ളാപ്പള്ളി നടേശനുമൊക്കെ സംഘപരിവാറിലേക്ക് ഈ പറയുന്ന
പറയുന്ന ഈഴ വിഭാഗത്തെ കൊണ്ട് കെട്ടാനൊരു ശ്രമം നടത്തിയിട്ടുണ്ട്. അത് അടിസ്ഥാനപരമായ വോട്ട് ചോർച്ച ഉണ്ടാക്കുന്നതിന് ഒരു വലിയ പങ്ക് വഹിച്ചു എന്ന് MV ഗോവിന്ദൻ മാസ്റ്റർ തന്നെ പറയുന്നുണ്ട്. അതേപോലെ തന്നെ സർക്കാരിൻ്റെ പ്രവർത്തനങ്ങളോടുള്ള എതിർപ്പ് അത് അടിസ്ഥാന വിഭാഗങ്ങൾക്കിടയിൽ ഒരു വിയോജിപ്പുണ്ടായിട്ടുണ്ട് എന്നും പാർട്ടി സെക്രട്ടറി പറയുന്നുണ്ട്. അപ്പം പക്ഷേ ഇതൊക്കെ തന്നെയും മറികടക്കാൻ ഈ 2024 ഈ പറയുന്ന മുസ്ലിം വോട്ട് കൂടി സമാഹരിച്ചാൽ കഴിയുമെന്ന ഒരു വിശ്വാസം CPM-നും ഇടതുപക്ഷത്തിനും ഉണ്ടായിരുന്നു. അദ്ദേഹം പറഞ്ഞല്ലോ, MV ഗോവിന്ദൻ മാസ്റ്റർ തന്നെ പറഞ്ഞിരുന്നു, ഈ ഘടകങ്ങളൊക്കെ ഉള്ളപ്പോൾ തന്നെ ജനങ്ങളുടെ മനോഭാവത്തെ മനസ്സിലാക്കുന്നതിൽ ഞങ്ങൾക്ക് വീഴ്ച പറ്റിയിട്ടുണ്ട് എന്ന്. ഇപ്പം 2024 ലക്ഷ്യം വെച്ചുകൊണ്ട് വളരെ ശക്തമായിട്ട് ഈ പറയുന്ന ന്യൂനപക്ഷ വോട്ടുകളെ സ്വാധീനിക്കാൻ വേണ്ടിയിട്ട് CAA പ്രശ്നമാണെങ്കിലും ഏക സിവിൽ കോഡിൻ്റെ പ്രശ്നമാണെങ്കിലും ഫലസ്തീൻ പ്രശ്നമാണെങ്കിലും ഒക്കെ വളരെ ശക്തമായിട്ട് വടക്ക് കേന്ദ്രീകരിച്ചുകൊണ്ട് തന്നെ CPM അതിശക്തമായി പ്രക്ഷോഭങ്ങൾ നടത്തുന്നു. അതല്ലാത്ത പക്ഷവും CPM ചെയ്യേണ്ടതാണ്. ഒരു എന്താ പറയുക, ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾ പൊതുവേ ന്യൂനപക്ഷങ്ങൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള അവർക്കെതിരായ നീക്കങ്ങൾ ഉണ്ടാകുമ്പോൾ അതിനെയൊക്കെ ഉയർത്തിപ്പിടിക്കുന്നതാണ്. പക്ഷേ അതിൻ്റെ കൂടെ തന്നെ അവർ സമസ്തയിൽ ഒരു ഇൻട്രോഡ് ഉണ്ടാക്കിക്കൊണ്ട് ആ രീതിയിലൊക്കെ തന്നെയും അവിടെ നിന്ന് ആ ന്യൂനപക്ഷങ്ങളെ കൂട്ടത്തിൽ നിർത്താൻ കഴിയും, അങ്ങനെ ഇപ്രാവശ്യം സീറ്റ് വർദ്ധിപ്പിക്കാൻ കഴിയുമെന്നൊക്കെ വിചാരിച്ചിരുന്നു. പക്ഷേ അതെല്ലാം പൊളിഞ്ഞു പോകുന്നതാണ് നമ്മൾ കണ്ടത്. അത് വർക്ക് ചെയ്തില്ല. അപ്പോൾ ഇനിയിപ്പോൾ എന്താ, അത് മാത്രമല്ലല്ലോ, നേരത്തെ പറഞ്ഞ കണക്ക് ഈ മുസ്ലിംകളെ വലിയ രീതിയിൽ പ്രീണിപ്പിക്കുന്നു എന്നൊരു ആക്ഷേപം ഉണ്ടാകുന്നതിൻ്റെ ഭാഗമായിട്ട് പിന്നാക്ക ഹിന്ദു വിഭാഗങ്ങൾക്കിടയിലും ഒരു വിഭാഗം മുന്നാക്ക ഹിന്ദുക്കൾക്കിടയിലും ഒരു എതിർപ്പ് CPM-നോടും ഇടതുപക്ഷത്തോടും ഉണ്ടാകുന്നു. അവർ അങ്ങനെ സ്വാഭാവികമായും ചേരിമാറുന്നു, അല്ലെങ്കിൽ RSS-നോട് BJP-യോട് അടുക്കുന്നു എന്നൊരു സാഹചര്യം കൂടി പാർട്ടി വിലയിരുത്തിയിട്ടുണ്ട്. ആ അർത്ഥത്തിൽ നോക്കുമ്പോൾ ഇനിയിപ്പോൾ ഇത് റീബിൽഡ് ചെയ്യേണ്ടതുണ്ട്. എങ്ങനെയാണ് ആ വോട്ട് ബാങ്കിനെ റീബിൽഡ് ചെയ്യുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അങ്ങനെ വരുമ്പോൾ ഈ പറയുന്ന ഇന്നലത്തെ ഈ പ്രസ്താവനയെ രണ്ട് രീതിയിൽ നമ്മൾ കാണണം. ഒന്ന്, ഈ പറയുന്ന SDPI-യോ വെൽഫെയർ പാർട്ടിയോ ലീഗിനല്ലല്ലോ സപ്പോർട്ട് പ്രഖ്യാപിച്ചത്. ഇപ്പോൾ എറണാകുളത്ത് അവർ വാർത്താ സമ്മേളനം നടത്തി പറഞ്ഞത്, SDPI പറഞ്ഞത് ഞങ്ങൾ UDF-ന് പ്രാവശ്യം പിന്തുണ പിൻവലിക്കുന്നതാണ് എന്ന് മാത്രമല്ല 2 ദിവസമാണ് കോൺഗ്രസ് അത് വേണ്ടാന്ന് പറയാൻ തള്ളിപ്പറയാൻ എടുത്തത്. അതിൻ്റെ പേരിൽ വലിയ രീതിയിൽ കോൺഗ്രസിനെ CPM വന്ന് വിമർശിച്ചിരുന്നു. കാരണം നിങ്ങൾ എന്തുകൊണ്ട് ഈ വോട്ടിനെ തള്ളിപ്പറയുന്നില്ല എന്ന് ചോദിച്ചുകൊണ്ട്. അപ്പം ഈ പറയുന്ന യഥാർത്ഥത്തിൽ ഈ തീവ്ര മുസ്ലിം വിഭാഗങ്ങളുമായി യോജിച്ച് നിൽക്കുന്നത് UDF ആണ് എന്നൊരു ചാപ്പകുത്തിൽ ഇവിടെ നടക്കുന്നുണ്ട്. അത് ഈ പറയുന്ന ഞങ്ങളല്ല യഥാർത്ഥത്തിൽ ചെയ്യുന്നത്. ഞങ്ങൾ ന്യൂനപക്ഷ സംരക്ഷണമാണ് ചെയ്യുന്നത്. ന്യൂനപക്ഷങ്ങൾക്കെതിരായിട്ട് ഭൂരിപക്ഷം അവരുടെ അധികാരം ഉപയോഗിച്ചുകൊണ്ട് നീക്കങ്ങൾ നടത്തുമ്പോൾ അതിനെ പ്രതിരോധിക്കുക എന്നൊരു ഇടതുപക്ഷ മൂല്യമാണ്. അതാണ് ഞങ്ങൾ ചെയ്യുന്നത്. എന്നാൽ UDF ചെയ്യുന്നത് എന്താണ്? അവർ ചെയ്യുന്നത് യഥാർത്ഥത്തിൽ ഈ പറയുന്ന തീവ്ര വിഭാഗങ്ങളുമായി ഐക്യപ്പെട്ടുകൊണ്ട് 4 വോട്ടിന് വേണ്ടി അവരുമായി ചേർന്നുകൊണ്ട് അത്തരത്തിലൊരു സമീപനമാണ് അവരെടുക്കുന്നതെന്ന് വരുമ്പോൾ യഥാർത്ഥത്തിൽ എന്താ പറയുക, UDF-ലേക്കാണ് ഞങ്ങളല്ല, മറിച്ച് മുസ്ലിം പ്രേരണം വേറൊരർത്ഥത്തിലുള്ള മതതീവ്രവാദം അടക്കമുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ മതരാഷ്ട്ര സങ്കല്പം അവതരിപ്പിക്കുന്ന പ്രസ്ഥാനങ്ങളുമായി കൈകോർക്കുന്നത് ഇവരാണ് എന്ന് ചൂണ്ടിക്കാണിക്കുന്നത് വഴി ഒരു എന്താ പറയുക, ഒരു ആശയപരമായ ഒരു മാറ്റം കൊണ്ടുവരാനുള്ള ശ്രമം അതിൻ്റെ ഭാഗമായിട്ട് നടക്കുന്നുണ്ട്. ഇനി ലീഗുമായി ബന്ധപ്പെട്ട് കൂടി ഇവരെ ഘടിപ്പിക്കുമ്പോൾ നേരത്തെ പറഞ്ഞ സമസ്ത അടക്കമുള്ള സമസ്തയിലേക്കൊക്കെ സമസ്ത ഒരിക്കലും അംഗീകരിച്ചിട്ടില്ലല്ലോ. ഈ പറയുന്ന ഈ വെൽഫെയർ പാർട്ടി ആണെങ്കിലും SDPI ആണെങ്കിലും ഒന്നും സമസ്ത അംഗീകരിക്കാത്ത പാർട്ടിയാണ്. അത് മാത്രമല്ല മുസ്ലിങ്ങളിൽ നല്ലൊരു വിഭാഗവും അവരെ അംഗീകരിക്കുന്നത് PFIA ആണെങ്കിലും വെൽഫെയർ പാർട്ടിയാണെങ്കിലും അംഗീകരിക്കുന്നത്. അപ്പോൾ ഈ സെക്കുലർ മുസ്ലിങ്ങളെ കൂടി വീണ്ടും കൂട്ടത്തിൽ നിർത്തുക എന്നൊരു രാഷ്ട്രീയ തന്ത്രം കൂടിയുണ്ട്. ആ അർത്ഥത്തിൽ ഇന്നലത്തെ പിണറായി വിജയൻ്റെ പ്രസംഗത്തെ ഞാൻ കാണുന്നത് അടുത്ത ഇനിയുള്ള ഘട്ടങ്ങളിലേക്ക്, അതായത് ഇപ്പോൾ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിലേക്കായാലും അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്കായാലും 2014-ലെയും 2021-ലും സമാനമായ ഒരു സോഷ്യൽ എഞ്ചിനീയറിംഗ് സാധ്യമാകുമ്പോൾ അതിനകത്ത് ന്യൂനപക്ഷ വോട്ടുകൾ വരട്ടെ, ഞങ്ങൾ ന്യൂനപക്ഷ പ്രീണനം നടത്തുന്നില്ല എന്നൊരു ബോധ്യം ഉണ്ടാക്കുന്നത് വഴി ഇപ്പോൾ ഒഴുകിപ്പോയിട്ടുള്ള ഈ പിന്നാക്ക ഹിന്ദു വോട്ടുകൾ, മുന്നാക്ക ഹിന്ദു വോട്ടുകൾ അതിനെ കൂടി ചേർത്ത് നിർത്തുക. ആ അർത്ഥത്തിൽ അങ്ങനെ ഒരു സോഷ്യൽ എഞ്ചിനീയറിംഗ് പോസിബിൾ ആകുമോ എന്ന് നോക്കുന്ന ഒരു നീക്കമായിട്ടാണ് ഞാനിതിനെ ഈ പറയുന്ന പിണറായി വിജയൻ്റെ ഇന്നത്തെ പ്രസംഗത്തെ കാണുന്നത്. തോൽപ്പിച്ചത് ലീഗോ എന്ന ചോദ്യത്തിന് തോൽപ്പിച്ചത് ലീഗല്ല, പാർട്ടി തോറ്റു, പാർട്ടി നന്നായി തന്നെ തോറ്റു എന്ന പാർട്ടി സെക്രട്ടറി തന്നെ പറഞ്ഞ പശ്ചാത്തലമുണ്ട്. തോൽവി പരിശോധിക്കുമെന്നും പാർട്ടി സെക്രട്ടറി പറഞ്ഞിട്ടുണ്ട്. അതിനുശേഷമാണ് മുഖ്യമന്ത്രി ഇങ്ങനെയൊരു പ്രസംഗം നടത്തുന്നത്. നിയമസഭയിലായാലും മുഖ്യമന്ത്രി പറഞ്ഞിട്ടുള്ളത് ഭരണവിരുദ്ധ വികാരം ഈ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിച്ചിട്ടില്ല എന്നാണ്. പക്ഷേ പാർട്ടി സെക്രട്ടറി അതുകൂടി ഒരു പ്രധാന ഘടകമാണ് എന്ന് പിന്നീട് പറയുകയും ചെയ്തിരിക്കുന്നത്. അപ്പോൾ 2 തരത്തിലുള്ള പ്രതികരണങ്ങൾ ഈ വിഷയത്തിൽ കാണുന്നുണ്ട്. ഇപ്പോൾ ലീഗിനെതിരെ ഇപ്പോൾ പിണറായി വിജയൻ എന്തുകൊണ്ട് പ്രതികരിക്കുന്നു? നന്നായി വിജയിച്ച, ചരിത്ര വിജയം നേടിയ ലീഗിനെയാണ് തോറ്റ പാർട്ടി അല്ലെങ്കിൽ തോറ്റ പാർട്ടിയുടെ നേതാവ് വിമർശിക്കുന്നത് എന്നതിൽ എന്തർത്ഥമാണുള്ളത്? ആ വിജയം എന്ന് പറയുന്നത് മുസ്ലിം ലീഗിൻ്റെ മുഖമാകെ മാറുന്നു. ആ മുഖത്തിന് SDPI-യുടെ മുഖമായി മാറുന്നു എന്ന് പറയുമ്പോൾ അത് ഏത് രൂപത്തിലാണ് അതിനെ കാണുന്നത്? അതായത് വോട്ട് ചെയ്ത ആളുകളെയാണ് നിന്ദിക്കുന്നത്. ET മുഹമ്മദ് ബഷീർ നേടിയ ഭൂരിപക്ഷം എന്നത് 3,118,000 വോട്ടാണ്. അതായത് മുസ്ലിം ലീഗ് സ്ഥാനാർത്ഥി കേരള ചരിത്രത്തിൽ നേടുന്ന ഏറ്റവും വലിയ ഭൂരിപക്ഷമാണ് മലപ്പുറത്ത് ഇത്തവണ അദ്ദേഹം നേടിയത്. അതായത് രാഹുലിൻ്റെ 2 തവണത്തെ ചരിത്ര നേട്ടത്തിന്
തൊട്ട് താഴെയുള്ള ഭൂരിപക്ഷം. മലപ്പുറം മണ്ഡലത്തിൽ ആദ്യമായിട്ടാണ് 6 ലക്ഷത്തിലേറെ വോട്ട് ഒരു സ്ഥാനാർത്ഥി നേടുന്നത്. പൊന്നാനിയിലും ഇത്തവണ ചരിത്ര വിജയമാണ് സമദാനിക്കുണ്ടായിട്ടുള്ളത്. 2,30,760 വോട്ടിൻ്റെ ഭൂരിപക്ഷം. യഥാർത്ഥത്തിൽ അവിടെ ലീഗ് കണക്ക് കൂട്ടിയതിലും വളരെയധികം കൂടുതൽ വോട്ട് സമദാനിക്ക് ലഭിച്ചിരിക്കുന്നു. അവരൊരു 1.5 ലക്ഷത്തിൻ്റെ ഭൂരിപക്ഷം മാത്രമേ അവിടെ പ്രതീക്ഷിച്ചിരുന്നുള്ളൂ. അപ്പോൾ ഏതൊക്കെ തരത്തിലാണ് ഈ തെരഞ്ഞെടുപ്പ് മുമ്പ് ലീഗുമായി ബന്ധപ്പെട്ട് CPM എടുത്ത നിലപാടെന്ന് പരിശോധിക്കേണ്ടതുണ്ട്. ആദ്യം ലീഗിനെ കൂടെ കൂട്ടാനുള്ള ചില ശ്രമങ്ങൾ നടന്നു. EPയുടേതടക്കമുള്ള പ്രതികരണങ്ങൾ നമ്മൾ കണ്ടതാണ്. ലീഗിന് വേണമെങ്കിൽ വരാമെന്നുള്ള പ്രതികരണമൊക്കെ കണ്ടു. പിന്നീട് പല പ്രധാനപ്പെട്ട വിഷയങ്ങൾ, സർക്കാരിനെതിരെയുള്ള വിഷയങ്ങൾ വരുന്ന സമയത്ത് പ്രതിപക്ഷത്തു നിന്നും പ്രതിപക്ഷ നേതാവടക്കം ശക്തമായി പ്രതികരിക്കുമ്പോൾ അവിടെ PK കുഞ്ഞാലിക്കുട്ടിയുടെ അർത്ഥഗർഭമായ മൗനം നമ്മൾ കണ്ടു. അപ്പോൾ അങ്ങോട്ട് പോകാനുള്ള ആഗ്രഹത്തിൽ നിൽക്കുന്ന ചില നേതാക്കളെങ്കിലും ലീഗിലുണ്ടായിരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. പക്ഷേ അത് പിന്നീട് ലീഗിൽ വലിയ ചർച്ചയാകുകയും ലീഗിൽ ഒരു വിഭാഗം അതിനെ എതിർക്കുകയും അതെല്ലാം മാറി മറിയുകയും പോകേണ്ടതില്ല, അല്ലെങ്കിൽ UDF ഉറച്ചു നിൽക്കേണ്ടതുണ്ട് എന്ന നിലപാടിന് വലിയ രൂപത്തിൽ സ്വാധീനമുണ്ടാകുകയും അതായി ലീഗിൻ്റെ നിലപാടെന്നതിലേക്ക് എത്തുകയൊക്കെ ചെയ്തു. പിന്നീട് നമ്മൾ കാണുന്നത് സമസ്തയിൽ കൂടെ ചേർക്കാനുള്ള ശ്രമങ്ങളാണ്. അങ്ങനെ ലീഗ് നടത്തുന്ന വലിയ സമരങ്ങൾ, ആ സമരങ്ങളുടെ ഭാഗമാകാതെ സമസ്ത മാറി നിൽക്കുക, ആ സമരത്തിൻ്റെ ഭാഗമായി നിൽക്കുന്നില്ല എന്ന് പറയുക, അതിനുശേഷം ചർച്ചകൾ നടത്തി കാര്യങ്ങൾ നേടിയെടുക്കുക, ഇതൊക്കെ സമസ്തയുടെ ഭാഗത്തുനിന്നുണ്ടായി. അപ്പോൾ സമസ്തയെ കൂടെ നിർത്തുക എന്നുള്ള ശ്രമത്തിൽ ഒരു ഭാഗികമായ വിജയമുണ്ടായി. സമസ്തയിൽ ഒരു ഭിന്നിപ്പുണ്ടാക്കാനും ഒരു വിഭാഗത്തെ കൂടെ നിർത്താനും കഴിഞ്ഞു. അതിൻ്റെ ഭാഗമായിട്ടുള്ള പ്രതികരണങ്ങളൊക്കെ ഈ തെരഞ്ഞെടുപ്പിൽ നമ്മൾ കണ്ടതാണ്. പക്ഷേ പൊന്നാനിയിൽ പല തവണയായി CPM നടത്തിയ പരീക്ഷണങ്ങൾ, 4ാമത്തെ പരീക്ഷണമാണ് പരാജയപ്പെടുന്നത്. 3 തവണ സ്വതന്ത്രരെ നിർത്തിക്കൊണ്ടുള്ള, പൊതു സ്വതന്ത്രരെ നിർത്തിക്കൊണ്ടുള്ള പരീക്ഷണം നടത്തി. ഇത്തവണ ലീഗിൽ നിന്ന് പുറത്തുപോയ നേതാവിനെ വെച്ചുകൊണ്ടുള്ള പരീക്ഷണം നടത്തി. അതും വെറും പരീക്ഷണമല്ല, പാർട്ടി ചിഹ്നത്തിൽ തന്നെ മത്സരിപ്പിക്കുകയാണുണ്ടായത്. പക്ഷേ അത് പരാജയപ്പെട്ടു. ഇങ്ങനെയൊക്കെയാണ് നമ്മൾ ലീഗുമായി ബന്ധപ്പെട്ട് CPMൻ്റെ ഏറ്റവും ഈ തെരഞ്ഞെടുപ്പിന് മുമ്പുള്ള ഘട്ടങ്ങൾ കണ്ടിട്ടുള്ളത്. ഇപ്പോൾ ലീഗിൻ്റെ മുഖമാകെ മാറി വർഗീയ മുഖത്തിലേക്ക് ലീഗ് വന്നു എന്ന് എന്തുകൊണ്ടാണ് പറയുന്നത്? ഇവിടെ മുസ്ലിം പ്രീണനം എന്ന് ആവർത്തിച്ച് പറഞ്ഞുകൊണ്ട് അത് ഇരിക്കുന്നത് ആരാണ്? ഇവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് വെള്ളാപ്പള്ളി നടേശനാണ്. വെള്ളാപ്പള്ളി നടേശൻ തെരഞ്ഞെടുപ്പിന് തൊട്ട് പിന്നാലെ ഈ വർഗീയ പരാമർശങ്ങൾ ആവർത്തിച്ച് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. CPMനെ സംബന്ധിച്ച് 32% CPMന് ലഭിച്ചുകൊണ്ടിരുന്ന ഈഴവ വോട്ടുകൾ നഷ്ടമാകുന്ന സാഹചര്യം ഉണ്ടായിരിക്കുന്നു. അപ്പോൾ ആ സാഹചര്യം പരിഹരിക്കാനുള്ള ശ്രമമാണിപ്പോൾ പിണറായി വിജയൻ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ആ ശ്രമം നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ എന്താണോ വെള്ളാപ്പള്ളി പറയുന്നത് അതിനെ വേറൊരു തരത്തിൽ ശരിവെക്കുകയാണ് യഥാർത്ഥത്തിൽ പിണറായി വിജയൻ ചെയ്യുന്നത്. അപ്പോൾ BJPയോടടുത്ത് അല്ലെങ്കിൽ BJPക്ക് വേണ്ടി വോട്ട് ചോദിച്ച BJP ക്യാമ്പിലേക്ക് പോയിരിക്കുന്ന വെള്ളാപ്പള്ളി നടേശനെതിരെ ഒരു വിമർശനമില്ല. വെള്ളാപ്പള്ളി BJP ചെരിയിലേക്ക് പോയി എന്നുള്ള ഒരു ചെറിയ പരാമർശം എന്തായാലും പാർട്ടി സെക്രട്ടറി വാർത്താസമ്മേളനം നടത്തിയിട്ടുണ്ട്. പക്ഷേ അതിരൂക്ഷമായ വിമർശനങ്ങളൊക്കെ നടത്തുന്ന ഈ പാർട്ടിക്ക് ഇതുവരെ ഈ വർഗീയ പരാമർശങ്ങൾ തുടരുന്ന വെള്ളാപ്പള്ളിക്കെതിരെ ഒരു ശക്തമായ പ്രതികരണം നടത്താൻ ഇതുവരെ പാർട്ടിക്ക് സാധിച്ചിട്ടില്ല. മുഖ്യമന്ത്രി ആ ഭാഗത്തേക്ക് തിരിഞ്ഞു നോക്കിയിട്ടില്ല. അപ്പോൾ ആ ഈഴവ വോട്ടുകൾ തിരിച്ചു പിടിക്കാനുള്ള ഒരു ശ്രമമായിട്ടാണ് ഈ പ്രതികരണത്തെ കാണേണ്ടത്. പക്ഷേ അത് യഥാർത്ഥത്തിൽ ഗുണം ചെയ്യുമോ? തിരഞ്ഞെടുപ്പ് പരാജയത്തെ വിലയിരുത്തിക്കൊണ്ട് വലിയ രൂപത്തിലുള്ള തീരുമാനങ്ങളിലേക്ക് കേന്ദ്ര കമ്മിറ്റി പോകുമെന്നുള്ള സൂചനകളൊക്കെ ഇപ്പോൾ ലഭിക്കുന്നുണ്ട്. അപ്പോൾ പരാജയം ഏത് രൂപത്തിൽ ചർച്ച ചെയ്യുന്നു, ആരുടെയൊക്കെ ഭാഗത്തുള്ള വീഴ്ചകൾ, ഇപ്പോൾ ഇന്ന് പോലും നമ്മൾ ഈ ചർച്ച നടത്തുമ്പോൾ പത്തനംതിട്ട ജില്ലാ കമ്മിറ്റിയിൽ മുഖ്യമന്ത്രിക്കെതിരെയാണ് വിമർശനം വന്നിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം പലയിടത്തുമായിട്ടുള്ള പ്രതികരണങ്ങൾ, പാർട്ടിക്കകത്തെ കീഴ്ഘടകങ്ങളിലെ ചർച്ചകളുടെ വിവരങ്ങളൊക്കെ ഇതിനകം പുറത്തു വന്നിട്ടുണ്ട്. നേരത്തെ പത്തനംതിട്ട ജില്ലാ സെക്രട്ടേറിയറ്റിലും ഈ വിമർശനങ്ങൾ ഉയർന്നിരുന്നതാണ്. മുഖ്യമന്ത്രി മാത്രമല്ല തെരഞ്ഞെടുപ്പ് പരാജയത്തിന് കാരണമെന്നുള്ള കാര്യം വ്യക്തമാണ്. സർക്കാർ എടുത്ത സമീപനങ്ങളുണ്ട്, പാർട്ടി എടുത്ത നയത്തിൻ്റെ പ്രശ്നങ്ങളുണ്ട്. മുസ്ലിം ന്യൂനപക്ഷത്തെ കൂടെ നിർത്താനുള്ള ശ്രമങ്ങൾ പരാജയപ്പെടുന്നു. എന്തൊക്കെ കാര്യങ്ങൾ പാർട്ടി മുന്നോട്ട് വെച്ചോ അത് വിശ്വാസത്തിലെടുത്തിട്ടില്ല. ഇത്തവണയും BJPയെ തോൽപ്പിക്കാൻ അല്ലെങ്കിൽ BJP സർക്കാരിനെ താഴെ ഇറക്കാൻ കോൺഗ്രസ് ആണ് അധികാരത്തിൽ വരേണ്ടത്, കേന്ദ്രത്തിൽ വരേണ്ടത് എന്നൊരു നിലപാടിലേക്ക് ഇവിടുത്തെ മുസ്ലിം ന്യൂനപക്ഷം എത്തുന്നു. അതല്ലാതെ പല പ്രധാനപ്പെട്ട ന്യൂനപക്ഷവുമായി ബന്ധപ്പെട്ട പല വിഷയങ്ങളും ഏറ്റെടുത്തിട്ടുണ്ട്. CA അടക്കം പല വിഷയങ്ങളും CPM ഏറ്റെടുത്ത് അവിടെ മലബാറിൽ ചില പരിപാടികൾ നടത്തിയെങ്കിലും അവരെയല്ല വിശ്വസിക്കേണ്ടത്. ഇത്തവണ UDFിനൊപ്പമാണ് നിൽക്കേണ്ടത് എന്നൊരു നിലപാടിലേക്ക് ന്യൂനപക്ഷം പോയ സാഹചര്യം കൂടിയുണ്ട്. അപ്പോൾ അങ്ങനെ വോട്ട് ചെയ്ത മുഴുവൻ ന്യൂനപക്ഷത്തെയും വർഗീയ ലേബലിൽ ചാപ്പകുത്തുകയാണോ പിണറായി വിജയൻ ചെയ്തിരിക്കുന്നത്? ഇതാണോ തെറ്റുതിരുത്തൽ? ഇതാണോ ഒരു പുതിയ സമീപനത്തിലേക്ക് പോകൽ? മനസ്സിലാക്കാനാകുന്നില്ല. പിണറായി വിജയൻ ഇതുവരെയും ആ തരത്തിലുള്ള തിരുത്തൽ നടത്തിയിട്ടില്ല എന്നും അങ്ങനെയൊരു നിലപാടിലേക്ക് പോയിട്ടില്ല എന്നുമാണ് ഇതുവരെയുള്ള പ്രതികരണങ്ങളിൽ നിന്ന് കാണാൻ സാധിക്കുന്നത്. ലീഗിന് യഥാർത്ഥത്തിൽ മുഖം നഷ്ടപ്പെട്ടു എന്നുള്ള വിമർശനം ശരിയല്ല. പക്ഷേ ഇതിൽ കുഞ്ഞാലിക്കുട്ടിക്കല്ല മറുപടി, പാണക്കാട് തങ്ങൾക്കാണ് എന്ന രൂപത്തിലുള്ള ചില വ്യാഖ്യാനങ്ങളും വരുന്നുണ്ട്. കാരണം
പാണക്കാട് സാദിഖ് അലി തങ്ങൾ ചന്ദ്രികയിൽ നൽകിയ അഭിമുഖത്തിൽ ഈ തെരഞ്ഞെടുപ്പിന് ശേഷമാണ് ശക്തമായ പ്രതികരണത്തിലേക്ക് CPM-നെതിരെ ശക്തമായ പ്രതികരണത്തിലേക്ക് ലീഗ് നേതൃത്വം വന്നത് എന്നൊരു യാഥാർത്ഥ്യം കൂടിയുണ്ട്. അപ്പോൾ ലീഗിനെ ഭിന്നിപ്പിക്കാനുള്ള, ലീഗിൽ നിന്ന് ഒരു വിഭാഗത്തെ അടർത്തി മാറ്റാനുള്ള, സമസ്തയെ അടർത്തി മാറ്റാനുള്ള ശ്രമങ്ങൾക്കെതിരെയൊക്കെ അതിശക്തമായിട്ട് തന്നെ സാദിഖ് അലി തങ്ങൾ പ്രതികരിച്ചിരുന്നു. അതിനുള്ള മറുപടിയായിട്ടാണ് പിണറായി വിജയൻ പറഞ്ഞതെന്ന് പറയുന്നു. പക്ഷേ അപ്പോഴും തോറ്റ് ഒരിടത്ത് മാത്രം, ഒരു മണ്ഡലത്തിൽ മാത്രം വിജയിച്ചിരിക്കുന്ന പാർട്ടി, തോൽവി പരിശോധിക്കുമെന്ന് പറയുന്ന പാർട്ടി ഈ ഘട്ടത്തിൽ ലീഗിൻ്റെ മുഖം നഷ്ടപ്പെട്ടു എന്ന് പറയുന്നത് ജനം എങ്ങനെ എടുക്കുമെന്നുള്ള കാര്യം കൂടി പരിശോധിക്കേണ്ടതാണ്. അപ്പോൾ തോൽപ്പിച്ചത് ലീഗല്ല, പാർട്ടി എങ്ങനെ തോറ്റു എന്നുള്ള പാർട്ടി തന്നെ വിശദമായി പഠിച്ച് അങ്ങനെയൊരു തോൽവി സമ്മതിച്ചുകൊണ്ടുള്ള പ്രതികരണത്തിലേക്കാണ് യഥാർത്ഥത്തിൽ വരേണ്ടത്. അങ്ങനെ മാത്രമേ ആ തെറ്റുതിരുത്തൽ നടക്കുകയുള്ളൂ. നികേഷ് കുമാർ. നോക്കൂ സ്മൃതി, കഴിഞ്ഞ ദിവസം പിണറായി വിജയൻ കോഴിക്കോട്ട് നടത്തിയിട്ടുള്ള പ്രസംഗമാണല്ലോ ഇന്നിപ്പോൾ മുസ്ലിം ലീഗിൻ്റെ മുഖപത്രമായിട്ടുള്ള ചന്ദ്രികയുടെ മുഖപ്രസംഗത്തിലേക്കും ഇന്നിപ്പോൾ മുസ്ലിം ലീഗിൻ്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി PMA സലാമിൻ്റെ പ്രതികരണത്തിലും കലാശിച്ചിട്ടുള്ളത്. എന്താണ് പിണറായി വിജയൻ കഴിഞ്ഞ ദിവസം കോഴിക്കോട് പറഞ്ഞിട്ടുള്ളത്? ലീഗിൻ്റെ മുഖം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയല്ലേ എന്ന ചോദ്യം ഉയർത്തിക്കൊണ്ട് ജമാഅത്തെ ഇസ്ലാമിയുടെയും SDPIയുടെയും മുഖമായി മാറിയാൽ എങ്ങനെയിരിക്കും? ആരാണ് നിങ്ങൾക്ക് വേണ്ടി ഏറ്റവും കൂടുതൽ രംഗത്തിറങ്ങിയത്? നിങ്ങളും ഈ പറഞ്ഞ വിഭാഗവും എല്ലാം കൂടിച്ചേർന്ന നീക്കമല്ലേ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായിട്ടുള്ളത്? അതിനോട് ഏതെങ്കിലും തരത്തിലുള്ള വിയോജിപ്പ് കോൺഗ്രസിനുണ്ടായോ? എന്താണ് SDPIയും ജമാഅത്തെ ഇസ്ലാമിയോടുള്ള കോൺഗ്രസിൻ്റെ നിലപാട്? അവർക്ക് ഈ പാർട്ടികളുടെ നിലപാടുകൾ അറിയാത്തതാണോ? അപ്പോൾ വലിയ തോതിൽ നിങ്ങളുടെ ഭാഗമായി മാറാൻ അവർക്ക് കഴിഞ്ഞു എന്ന് സമ്മതിക്കുമ്പോൾ നിങ്ങളും അതിൻ്റെ ഭാഗമായി മാറുകയല്ലേ? ആ നില 4 വോട്ടിന് ചെയ്യുന്നത് നാടിൻ്റെ നല്ല നാളേക്ക് സഹായകരമാണോ? മുസ്ലിം ലീഗും മുസ്ലിം ലീഗിൻ്റേതായ പൊതുരീതി നഷ്ടപ്പെടുത്തിക്കൊണ്ടിരിക്കുകയല്ലേ? ലീഗിൻ്റെ മുഖം മാറുന്നു എന്ന് ഈ അർത്ഥത്തിലാണ് ഞാൻ പറഞ്ഞത്. ഇതാണ് വെർബാറ്റിം എന്ന് പറയുന്നത്. നോക്കൂ, ഈ കാര്യത്തിൽ എന്താണ് നേരത്തെയുള്ള മുസ്ലിം ലീഗ് നിലപാടുകൾ? ഞാൻ 2002 ഇന്ത്യ വിഷൻ്റെ ഭാഗമാകുമ്പോൾ ഈ നിലയിൽ മുസ്ലിം തീവ്രവാദ വിഭാഗവുമായുള്ള മുസ്ലിം ലീഗിൻ്റെ നിലപാട് വലിയ തോതിൽ ചർച്ചയായിട്ടുള്ളതാണ്. ഇപ്പോൾ 2003 തന്നെയും ടെലിവിഷൻ സംവാദ പരിപാടി തുടങ്ങുകയാണ്. ആ ഘട്ടത്തിൽ ഇത് നിരന്തരം ചർച്ചയ്ക്ക് വരികയാണ്. ഇപ്പോൾ PK കുഞ്ഞാലിക്കുട്ടിയുടെ ഐസ്ക്രീം പാർലർ കേസ്, ആ ഐസ്ക്രീം പാർലർ കേസിൽ മുസ്ലിം ലീഗ് എന്ന പാർട്ടിയിൽ നിന്ന് വേണ്ടത്ര രീതിയിലുള്ള പ്രതിരോധമുണ്ടാകാതിരുന്ന ഘട്ടത്തിൽ PK കുഞ്ഞാലിക്കുട്ടിയെ ആശ്രയിച്ചിട്ടുള്ളത് ഈ മുസ്ലിം വർഗീയ നിലപാടുകാരെയായിരുന്നു. അത് പാർട്ടിക്കുള്ളിൽ വലിയ തോതിൽ എതിർപ്പുണ്ടായിട്ടുണ്ട്. നോക്കൂ, ആ ഘട്ടത്തിലല്ല, പിന്നീട് KM ഷാജി, ഞാൻ ഇന്ത്യ വിഷൻ്റെ എക്സിക്യൂട്ടീവ് എഡിറ്റർ ആയിരിക്കുന്ന സമയത്ത് KM ഷാജി യൂത്ത് ലീഗിൻ്റെ സംസ്ഥാന പ്രസിഡൻ്റാണ്. പിൽക്കാലത്ത് KM ഷാജി ഈ പറയുന്ന SDPIക്കെതിരെ, എന്ന് വെച്ചാൽ ഈ രാഷ്ട്രീയ പാർട്ടികളുടെയൊക്കെ പേര് പറയുമെങ്കിൽ പോലും ഒരു തുടർച്ചയാണല്ലോ ഇവർ. SDPI ആയാലും ജമാഅത്തെ ഇസ്ലാമി ആയിട്ടും ഒക്കെ തന്നെയും സഖ്യം ചേരുന്ന ഘട്ടത്തിൽ, സഖ്യം ചേരണം എന്നുള്ള ആശയം ഉയർന്ന ഘട്ടത്തിൽ KM ഷാജി പ്രസംഗം മഞ്ചേരിയിലാണ്, ലീഗിന്റെ ഉരുക്കുകോട്ടയിലാണ്, ലീഗിന്റെ ശക്തി കേന്ദ്രത്തിലാണ്. കുഞ്ഞാലിക്കുട്ടി സാഹിബ് തോറ്റു, ഡോക്ടർ മുനീർ തോറ്റു, ET മുഹമ്മദ് ബഷീർ സാഹിബ് തോറ്റു. പടപടപടാന്ന് പറഞ്ഞിട്ട് പഞ്ചായത്തുകൾ ഞങ്ങളുടെ കയ്യിൽ നിന്ന് പോയി. ചരിത്രത്തിലാദ്യമായി കാസർഗോഡ് മുനിസിപ്പാലിറ്റി പോയി, മലപ്പുറം മുനിസിപ്പാലിറ്റി പോയി. ഞങ്ങൾ തോറ്റ് കുന്നംപാടി ഇരിക്കുമ്പോഴും അഭിവന്ദനായ സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ പറഞ്ഞു, നിങ്ങൾ തോറ്റ് കുന്നംപാടി അവസാനത്തെ പഞ്ചായത്ത് മെമ്പർ നഷ്ടപ്പെട്ടാലും ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ പച്ചപ്പതാക ഒരു തീവ്രവാദിയുടെ അടുക്കളയിൽ പണയം വെക്കില്ല എന്ന് തീരുമാനിച്ചിട്ടാണ് ഞങ്ങൾ ഈ രാഷ്ട്രീയ പ്രവർത്തനത്തിൽ ഇറങ്ങിയത്. ഈ രാജ്യത്തിലെ മതപുരോഹിതന്മാരുടെയും ഈ രാജ്യത്തിലെ മതവർഗീയവാദികളുടെയും തീവ്രവാദികളുടെ ഒക്കെ വോട്ട് വാങ്ങി ജയിച്ചു പോകുന്നതിനേക്കാൾ നല്ലത് വല്ല മാമാപ്പണിയെടുത്ത് ജീവിക്കുന്നതാണ് നല്ലത് എന്ന് ആ ഘട്ടത്തിൽ തന്നെ ആര് പറഞ്ഞു? KM ഷാജി പറഞ്ഞു. KM ഷാജി ആരാണ്? അന്ന് യൂത്ത് ലീഗിൻ്റെ സംസ്ഥാന പ്രസിഡൻ്റാണ്, പിന്നീട് മുസ്ലിം ലീഗിൻ്റെ സംസ്ഥാന സെക്രട്ടറി പദവിയിലെത്തിയിട്ടുള്ള ആളാണ്. ഇതാണ് പ്രധാനപ്പെട്ട വിഷയം. ലീഗിലെ എല്ലാ കാലഘട്ടത്തിലെയും ചർച്ചയാണത്. ലീഗിലെ ഇത്തരത്തിലുള്ള ചർച്ച രൂപപ്പെടാനുള്ള കാരണം എന്താണ്? ഈ മുസ്ലിം കേന്ദ്രങ്ങളിൽ മുസ്ലിം സമുദായത്തെ ജനാധിപത്യപരമായി പ്രതിനിധീകരിക്കുന്ന മുസ്ലിം ലീഗ് എന്ന രാഷ്ട്രീയ പാർട്ടിയെ മാറ്റി നിർത്തിക്കൊണ്ട് ഈ പറയുന്ന തീവ്ര വർഗീയ നിലപാടുകാർ ആ ഇടമാണ് ആഗ്രഹിക്കുന്നത്. അപ്പോൾ അതിനെതിരെ കരുതലോടുകൂടിയായിരുന്നു മുസ്ലിം ലീഗ് എല്ലാ കാലഘട്ടത്തിലും പ്രതികരിച്ചു കൊണ്ടിരുന്നത് എന്നുള്ളതാണ്. ഇപ്പോൾ ലീഗിൻ്റെ നിലപാട് മാറിയോ എന്നുള്ളതാണ് ചോദ്യം. അങ്ങനെ 4 വോട്ടുകൾക്ക് വേണ്ടി ഇത്തരം വർഗീയ നിലപാടുകാരുടെ പിന്തുണ എടുക്കുമ്പോൾ സാധാരണഗതിയിൽ നമ്മൾ പട്ടിക്ക്
ഒരു ചോര കൊതിക്കുന്ന പട്ടിക്ക് ഈ ഭക്ഷണ സാധനങ്ങൾ ഇട്ട് കൊടുക്കുമ്പോൾ ഈ ഭക്ഷണ സാധനങ്ങൾ ഇട്ട് കൊടുക്കുന്ന സമയം മാത്രമാണ് ആ പട്ടി നമ്മളുടെ ഭക്ഷണ സാധനങ്ങൾ കയറി പിടിക്കുക. അത് കഴിഞ്ഞതിന് ശേഷം നമ്മളെ അറ്റാക്ക് ചെയ്യും. അപ്പോൾ ഈ നിലയിൽ വർഗീയ നിലപാടുകൾക്കെതിരെ എപ്പോഴും ഇപ്പോൾ പ്രത്യേകിച്ച് പാണക്കാട് തങ്ങന്മാരുടെ ഒക്കെ നിലപാടുകൾ വളരെ പ്രധാനപ്പെട്ടതായിരുന്നു. അത്തരം വർഗീയ ശക്തികൾക്ക് കേരളത്തിൽ ഇടം കിട്ടാതെ പോയത് ഇപ്പം നമ്മൾ പല സംസ്ഥാനങ്ങളിൽ കാണുന്നല്ലോ. തീവ്ര നിലപാടുകാർക്കാണ് അവിടെ പ്രാധാന്യം. അവിടെ മതനിരപേക്ഷ മുസ്ലിം ശബ്ദങ്ങൾക്ക് വലിയ റോളില്ല എന്നുള്ളതാണ്. പക്ഷേ കേരളത്തിൽ അതല്ല. 92 ബാബറി മസ്ജിദിൻ്റെ തകർച്ചയിൽ പോലും നമ്മളത് കണ്ടിട്ടുള്ളതാണ്. അവിടെയാണ് പിണറായി വിജയൻ്റെ ഈ നിലപാടുണ്ടാകുന്നത് എന്നുള്ളതാണ് ശ്രദ്ധേയമായ കാര്യം എന്ന് പറയുന്നത്. ഇപ്പോൾ അതിന് നമുക്ക് കൂട്ടിച്ചേർക്കാൻ ഒരുപാട് കാര്യങ്ങളുണ്ട്. അതായത് 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യയുടെ സംസ്ഥാന അധ്യക്ഷനായിട്ടുള്ള നസറുദ്ദീൻ ഇളമരവുമായിട്ടും SDP സംസ്ഥാന പ്രസിഡന്റായ അബ്ദുൾ മജീദ് ഫൈസിയുമായിട്ടും ഒക്കെ തന്നെയും PK കുഞ്ഞാലിക്കുട്ടിയും ET മുഹമ്മദ് ബഷീറും കൊണ്ടോട്ടി KTDC ഹോട്ടലിൽ രാത്രി ചർച്ച നടത്തിയത് CCTV ദൃശ്യങ്ങളിലൂടെ പുറത്തു വന്നിട്ടുള്ളതാണ്. അപ്പോൾ ആ CCTV ദൃശ്യങ്ങൾ തന്നെ തനിയെ വന്നതല്ല മാധ്യമങ്ങളിലേക്ക്, അത് കൃത്യമായി ചോർത്തി കൊടുത്തിട്ടുള്ളതാണ്. അതായത് മുസ്ലിം ലീഗുമായി രാഷ്ട്രീയ സഖ്യം ഉണ്ടാക്കുന്നു എന്ന് സമ്മതിക്കാൻ മുസ്ലിം ലീഗ് തയ്യാറാകാത്ത ഘട്ടത്തിൽ ഈ ചർച്ച നടത്തിയവർ തന്നെ അത്. അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ മുഖ്യധാര രാഷ്ട്രീയത്തിലുണ്ട് എന്ന് കാണിക്കണം. ആ നിലയിൽ മുഖ്യധാര രാഷ്ട്രീയത്തിലേക്ക് മുസ്ലിം ലീഗിൻ്റെ രാഷ്ട്രീയം ഇതാണ് എന്നുള്ള നിലയിൽ ജമാഅത്തെ ഇസ്ലാമിയും SDP-യും ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എന്തുകൊണ്ടാണ് പിണറായി വിജയൻ ഒരു പോസ്റ്റ് കൗണ്ടിങ് അനാലിസിസ് നടത്തുന്നത്? ആ ഘട്ടത്തിൽ തന്നെ SDP-ഐ പിന്തുണ പ്രഖ്യാപിച്ചത്, ജമാഅത്തെ ഇസ്ലാമി പിന്തുണ പ്രഖ്യാപിച്ചത് രാഷ്ട്രീയമായി വിമർശിക്കപ്പെട്ടിരുന്നു. അതിന് പ്രതിരോധം എന്നുള്ള നിലയിൽ VD സതീശൻ അടക്കമുള്ള നിലപാടുകൾ ഞങ്ങൾക്ക് പിന്തുണ വേണ്ട എന്ന് പറഞ്ഞിരുന്നു. പക്ഷേ അതിനപ്പുറത്തേക്ക് അങ്ങനെ പറഞ്ഞുവെങ്കിൽ തന്നെയും SDP-യുടെയും ജമാഅത്തെ ഇസ്ലാമിയുടെയും പിന്തുണ പൂർണ്ണമായും പോവുകയും മുസ്ലിം ലീഗിനേക്കാൾ ആത്മാർത്ഥമായും വാശിയോടും കൂടി യഥാർത്ഥത്തിൽ തെരഞ്ഞെടുപ്പ് രംഗത്തുണ്ടായിരുന്നത് ഇവരാണ്. അപ്പോഴാണ് മുഖം നഷ്ടമായോ എന്ന ചോദ്യം ഉയർത്തുന്നത്. ഇന്നിപ്പോൾ ചന്ദ്രിക പിണറായി വിജയന് മറുപടി പറഞ്ഞിരിക്കുന്നത് പിണറായി വിജയൻ മുണ്ടെടുക്കുന്ന മോദി എന്നുള്ളതാണ്. നേരത്തെ ഇവിടെ സ്മൃതി ചൂണ്ടിക്കാണിച്ചു ചില വിഷയങ്ങളിൽ മുസ്ലിം ന്യൂനപക്ഷങ്ങൾക്ക് അനുകൂലമായ നിലപാട് ഇടതുപക്ഷം എടുത്തിട്ടുണ്ട് എന്ന്. ചില വിഷയങ്ങളിലല്ല സ്മൃതി, വളരെ വ്യക്തമായി തന്നെ ഇടതുപക്ഷം ഇന്ത്യയിൽ ഇക്കഴിഞ്ഞ 5 വർഷക്കാലം, അതായത് 2019 മുതൽ 2024 വരെയുള്ള എല്ലാ വർഗീയ നിലപാടുകൾക്കെതിരെയും കൃത്യമായ രീതിയിൽ നിലപാടെടുക്കുകയും മുന്നോട്ട് പോകും. ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മളെപ്പോഴും പറയുന്ന കാര്യം എന്താണ്? CA അനുകൂല നിലപാട് അല്ലെങ്കിൽ പലസ്തീൻ അനുകൂല നിലപാട് എന്നുള്ളതാണ്. അതൊക്കെ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ തൊട്ടു മുന്നിൽ വന്നിട്ടുള്ള ചില വിഷയങ്ങൾ മാത്രമാണ്. നമ്മൾ നോക്കുക, ബിൽക്കിസ് ബാനുവിൻ്റെ കേസിൽ സുപ്രീം കോടതിയിൽ പോയി അവസാന ഘട്ടം വരെ സമരം ചെയ്തത് ആരാണ്? നോക്കൂ, കർഷക സമരത്തിൻ്റെ മുന്നണി പടയാളിയായിട്ട് ആദ്യം കാണുന്ന പതാക ചെങ്കൊടിയായിരുന്നു. നമ്മൾ ഇലക്ട്രൽ ബോണ്ട് വിഷയത്തിൽ അതിൻ്റെ ഹർജി ആ ഇലക്ട്രൽ ബോണ്ടിലൂടെ ലഭിക്കുന്ന തുക വേണ്ട എന്ന് തീരുമാനിക്കുകയും അതിനെതിരെ സുപ്രീം കോടതിയിൽ പോയി ആദ്യം ഇത് ഭരണഘടനാ വിരുദ്ധമാണ് എന്ന് പറഞ്ഞ CPM-ൻ്റെ നിലപാട് സുപ്രീം കോടതിയെ കൊണ്ട് അംഗീകരിപ്പിച്ചതാരാണ്? മുസ്ലിം വീടുകൾക്കെതിരെ ഈ പറയുന്ന ബുൾഡോസറുകൾ ഉയരുമ്പോൾ അതിനെതിരായിട്ട് അവിടെ ആദ്യം ഓടിയെത്തിയിട്ടുള്ളത് ഏത് പാർട്ടിയുടെ പോളിറ്റ് ബ്യൂറോ അംഗമാണ്? അപ്പോൾ എല്ലാ കാര്യത്തിനകത്തും മതനിരപേക്ഷ നിലപാടെടുത്ത് മുന്നോട്ട് പോയിട്ടുള്ള പാർട്ടി എന്നുള്ള നിലയിൽ, സംവിധാനം എന്നുള്ള നിലയിൽ ഇടതുപക്ഷത്തിന് ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് പറയാനുള്ള അവകാശമുണ്ടെന്നേ. ആ അവകാശമാണ് മുസ്ലിം ശരിയാണ് സ്മൃതി നേരത്തെ ചൂണ്ടിക്കാണിച്ചതുപോലെ തന്നെ വളരെ തന്ത്രപരമായ നിലപാട് തന്നെയാണ്. നമ്മൾ ഐസ്ക്രീം പാർലർ മുതൽ ഇങ്ങോട്ട് കാണുന്ന കാര്യമുണ്ട്. പിണറായി വിജയൻ്റെ നേതൃത്വത്തിലുള്ള വിഭാഗം ആ ഘട്ടത്തിൽ PK കുഞ്ഞാലിക്കുട്ടിയുമായിട്ടൊരു സഹകരണം ഉണ്ടായിട്ടുണ്ട് എന്നുള്ള കാര്യമൊക്കെ നമുക്കറിയാം. പിന്നീട് തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പുകളിൽ അത് കണ്ടിട്ടുണ്ട്. പിന്നീട് ഔദ്യോഗിക വിഭാഗം പാർട്ടിയായി മാറിയപ്പോഴും മുസ്ലിം ലീഗ് PK കുഞ്ഞാലിക്കുട്ടി എന്ന വിഭാഗത്തിൽ നിന്ന് മുസ്ലിം ലീഗ് എന്ന പാർട്ടിയായി മാറിയപ്പോഴും ഈ തന്ത്രപരമായ സഹകരണമുണ്ട്. അതുകൊണ്ട് കഴിഞ്ഞ 2016 മുതൽ 21 വരെയുള്ള സർക്കാരിലും 21 മുതൽ ഇതുവരെയുള്ള സർക്കാരിൻ്റെ കാലഘട്ടത്തിലും ഒക്കെ തന്നെയും പ്രതിപക്ഷത്തിൻ്റെ ഒരു എഞ്ചിനെ നിശബ്ദമാക്കാൻ അത് പൊളിറ്റിക്കൽ സ്ട്രാറ്റജിയാണ്. പക്ഷേ ഇവരിപ്പോൾ ഒന്നിച്ചു വരികയാണെങ്കിൽ ഒരു അനൗപചാരിക മുന്നണിയായി മറുഭാഗത്ത് രൂപം കൊള്ളുകയാണെങ്കിൽ അതിനെ രാഷ്ട്രീയമായി വിമർശിക്കണം. ആ രാഷ്ട്രീയമായ വിമർശനം ഉന്നയിക്കാനുള്ള ധാർമ്മിക ബലം പിണറായി വിജയനും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് ഉണ്ട്
എന്നുള്ളത് കൊണ്ടാണ് ആ നിലയിലുള്ള വിമർശനം. നേരത്തെ പറഞ്ഞു വെള്ളാപ്പള്ളി നടേശൻ്റെ നോക്കൂ, പിണറായി വിജയനല്ല പാർട്ടി നിലപാട് പറയേണ്ടത്. പാർട്ടി നിലപാട് പറയേണ്ടത് സംസ്ഥാന സമിതിയുടെ അവലോകനത്തിന് ശേഷം എം.വി. ഗോവിന്ദൻ എന്ന സംസ്ഥാന സെക്രട്ടറിയാണ്. എം.വി. ഗോവിന്ദൻ വളരെ വ്യക്തമായി പറഞ്ഞു കഴിഞ്ഞിരിക്കുന്നു. ആ SDPI അല്ല സോറി എന്താ അവരുടെ പാർട്ടിയുടെ പേര് തുഷാർ വെള്ളാപ്പള്ളിയുടെ BDJS എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടിയിലൂടെ ആ വോട്ടുകൾ ഒഴുക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമം അവിടെ നടന്നു എന്നുള്ളത് CPM-ൻ്റെ നിലപാടാണ്. അക്കാര്യത്തിൽ ഇന്നിപ്പോൾ ഈ തീവ്രവർഗീയ ശക്തികൾ മറുപക്ഷത്ത് ഒരു അനൗപചാരിക മുന്നണിയായി രൂപം കൊണ്ടതിനെതിരെ പ്രതികരിച്ച, അതും വളരെ കൃത്യമായ വാക്കുകളിലൂടെ പ്രതികരിച്ച പിണറായി വിജയൻ നാളെ വെള്ളാപ്പള്ളി നടേശൻ നവോത്ഥാന സമിതിയുടെ ചെയർമാനായി തുടരേണ്ടതുണ്ടോ എന്ന നിലപാട് വ്യക്തമാക്കാൻ ബാധ്യസ്ഥരാണ്. ഞാൻ ആ കാര്യത്തിൽ അത് വൈകുന്നില്ലേ? അല്ല, ആയിക്കോട്ടെ. നോക്കൂ, നിങ്ങൾ ഒരു രാഷ്ട്രീയ നിലപാട് ഒരു ഘട്ടത്തിൽ പറഞ്ഞു, അടുത്ത രാഷ്ട്രീയ നിലപാട് അടുത്ത ഘട്ടത്തിൽ പറയൂ എന്നുള്ള കാര്യത്തിൽ തർക്കമൊന്നുമില്ല. വെള്ളാപ്പള്ളി നടേശനെ സംബന്ധിച്ചിടത്തോളം ഈ നിലയിലുള്ള രാഷ്ട്രീയ പ്രതികരണം നടത്തി അദ്ദേഹത്തിന് നവോത്ഥാന സമിതി, വെള്ളാപ്പള്ളി നടേശൻ വെള്ളാപ്പള്ളി കുടുംബാംഗമായതുകൊണ്ടല്ല നവോത്ഥാന സമിതിയുടെ ചെയർമാനായിട്ടുള്ളത്. നോക്കൂ, ഈ സംസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഉയർത്തിപ്പിടിക്കുന്ന ഒരു പേര്, അല്ലെങ്കിൽ നമ്മൾ ഉയർത്തിപ്പിടിക്കുന്ന ആദ്യത്തെ പേര്, ഞാനത് അടിവരയിട്ട് പറയുന്നു, ഈ സംസ്ഥാനം ഉയർത്തിപ്പിടിക്കുന്ന ആദ്യത്തെ പേര് മഹാനായ ശ്രീനാരായണ ഗുരുവിൻ്റെയാണ്. ആ മഹാനായ ശ്രീനാരായണ ഗുരു സ്ഥാപിച്ച SNDP യോഗത്തിൻ്റെ ജനറൽ സെക്രട്ടറി എന്നുള്ള നിലയിലാണ് നവോത്ഥാന സമിതിയുടെ അധ്യക്ഷ സ്ഥാനത്ത് വെള്ളാപ്പള്ളി നടേശൻ തുടർന്നത്. വെള്ളാപ്പള്ളി നടേശൻ്റെ വ്യക്തിപരമായ രാഷ്ട്രീയം തെറ്റാണ് എന്ന് CPM ഇതിനകം തന്നെ വ്യക്തമാക്കി കഴിഞ്ഞിരിക്കുന്നു. വെള്ളാപ്പള്ളി നടേശന് ഇനിയിപ്പോൾ നവോത്ഥാന സമിതി എന്നുള്ള സംവിധാനത്തിൻ്റെ തലപ്പത്ത് തുടരാൻ കഴിയുമോ എന്നുള്ളത് സർക്കാരാണ് വ്യക്തമാക്കേണ്ടത്. അത് വ്യക്തമാക്കുമ്പോൾ വ്യക്തമാക്കും. ബാക്കി കാര്യങ്ങൾ ഞാൻ ചർച്ച കഴിഞ്ഞു. അത് അടുത്ത ഘട്ടത്തിൽ പറയാം. സുജയ, തോൽപ്പിച്ചത് ലീഗ് തോൽപ്പിച്ചു എന്ന് പറയാൻ കഴിയുന്നത് എങ്ങനെയാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. കാരണം ലീഗ് 2 സീറ്റിൽ മത്സരിച്ച 2 സീറ്റിലും, അതായത് 100% മാർക്ക് നേടി വിജയിച്ച് നിൽക്കുകയാണ് ലീഗിൻ്റെ വിജയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു റാങ്കോട് കൂടിയുള്ള വിജയമാണ്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഭൂരിപക്ഷത്തിൽ വന്നിരിക്കുന്ന ഉയർച്ചയടക്കം ലീഗിന് എല്ലാ തരത്തിലും ആഹ്ലാദിക്കാനും ലീഗിനെ ഒന്ന് നമ്മൾ കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കാനുമുള്ള കാര്യങ്ങൾ ചെയ്തിട്ടാണ് ലീഗ് നിൽക്കുന്നത്. അപ്പോൾ ആ ലീഗ് തോൽപ്പിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ലീഗിൻ്റെ കൂട്ടുകെട്ട് എങ്ങനെയാണ് ഈ ഭൂരിപക്ഷത്തിലേക്ക് ലീഗ് എത്തിയത്, UDF എത്തിയത്, UDF-നെ ആഹ്ലാദിക്കാൻ വകയില്ല, ലീഗിന് മുഖം നഷ്ടപ്പെട്ടു എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ സ്വന്തം മുഖത്തേക്ക് കൂടി ഒന്ന് നോക്കണമല്ലോ. മറ്റൊരാളെ പഴിക്കുന്നതിന് മുൻപ് സ്വന്തം മുഖത്തിന് എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് നോക്കുകയോ, അല്ലെങ്കിൽ ആ മുഖത്തിന് അല്പം കോട്ടമുണ്ടായിട്ടുണ്ട്, ഒരു വശത്തേക്കൊന്ന് കോടിയിരിക്കുകയാണ് എന്ന് കൂട്ടത്തിലുള്ളവർ പറയുന്നതൊന്ന് കേൾക്കുകയോ ചെയ്യണമായിരുന്നു ഈ വിമർശനത്തിന് മുൻപ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി എന്നുള്ളതാണ് ഈ വിഷയത്തിൽ എൻ്റെ അഭിപ്രായം. ലീഗ് തോൽപ്പിച്ചിട്ടില്ല, തോൽപ്പിച്ചത് പിണറായി വിജയൻ തന്നെയാണ്. CPM-നെ തോൽപ്പിച്ചത് പിണറായി വിജയനും അതുപോലെ തന്നെ പാർട്ടി എടുത്ത തീരുമാനങ്ങളും ഒക്കെ തന്നെയാണ്. ഭരണവിരുദ്ധ വികാരമടക്കമുള്ള കാര്യങ്ങൾ ആണ് ഈ പാർട്ടിയെ ഇത്തവണ ഈ തെരഞ്ഞെടുപ്പിൽ വലിയ നഷ്ടത്തിലേക്ക് കൊണ്ടുപോയത് എന്നുള്ളത് വ്യക്തവുമാണ്. ഇവിടെ LDF-നോടുള്ള വിരോധം കാരണം UDF-ന് വോട്ട് ചെയ്തതല്ല എന്നത് സ്ഥാപിക്കാൻ വേണ്ടിയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇത് പറഞ്ഞത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ജമാഅത്തെ ഇസ്ലാമി, SDPI, പോപ്പുലർ ഫ്രണ്ട് ഇതെല്ലാം പലതവണ നമ്മൾ ചർച്ച ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ്. ഇവരൊക്കെ UDF-നൊപ്പവും LDF-നൊപ്പവും ഒക്കെ തരാതരം പോലെ നിൽക്കാനുള്ള സാഹചര്യങ്ങൾ ഒരുങ്ങുന്നതും ഈ കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ പല തെരഞ്ഞെടുപ്പുകളിലായി നമ്മൾ കണ്ടിട്ടുള്ളതുമാണ്. ഇത്തവണ കൃത്യമായി ആർക്കാണ് തങ്ങളുടെ പിന്തുണ എന്ന് SDPI വ്യക്തമാക്കിയതാണ്. അപ്പോൾ ആ പിന്തുണ വേണ്ട എന്ന് പറയുമ്പോഴും മറ്റാർക്കും അവരത് ഓഫർ ചെയ്തിട്ടില്ല. LDF-ന് ഓഫർ ചെയ്തിട്ടില്ല, പിന്നെ BJP-ക്കോ NDA-ക്കോ ഓഫർ ചെയ്യാനും പോകുന്നില്ല. അപ്പോൾ കിട്ടിയത് UDF-ന് തന്നെയാണ് എന്നുള്ളത് വ്യക്തമാണ്. ലീഗിൻ്റെ മുഖം ജമാഅത്തെ ഇസ്ലാമിയുടെയും SDPയുടെയും ആയി മാറി എന്ന് പറയുന്ന പിണറായി വിജയൻ പറഞ്ഞ ഒരു വാചകം, 4 വോട്ടിന് വേണ്ടി കൂട്ടുകൂടാൻ പറ്റാത്തവരുമായി കൂട്ടുകൂടുന്നവരായി ലീഗ് മാറി. അത് ലീഗിനോടുള്ള ഒരു പരിഭവമാണ്. ലീഗും പിണറായിയും തമ്മിലൊക്കെയുള്ള ഒരു ബന്ധമെന്ന് പറയുന്നത് അത് ഈ മുന്നണി രാഷ്ട്രീയത്തിനപ്പുറം അങ്ങനെ ഒരു ബന്ധമുണ്ടെന്നും ആ ബന്ധം ഇൻടാക്റ്റായി ഇപ്പോഴും അവിടെ നിൽക്കുന്നുണ്ട് എന്നുള്ളതും കേരളത്തിനറിയാം. ഇപ്പോൾ പാവം വെള്ളാപ്പള്ളി നടേശൻ ഇത്രയൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ വെള്ളാപ്പള്ളി നടേശനെ ഒന്ന് സുഖിപ്പിക്കാൻ വേണ്ടി ലീഗിനിട്ട് 2 അടി കൊടുത്തതാണ്. അതിനപ്പുറം ഒന്നും ഇവിടെ സംഭവിച്ചിട്ടുമില്ല. കണ്ണാടി പൊട്ടിച്ചാൽ കോലം നന്നാകുമോ എന്നൊക്കെ പറഞ്ഞ് പത്രത്തിൽ ഒരു എഡിറ്റോറിയൽ വരുന്നു. ആ എഡിറ്റോറിയലകത്തെ കണ്ടന്റ് ചർച്ചയാകുന്നു. ഇതെല്ലാം കണ്ടു കഴിയുമ്പോൾ വെള്ളാപ്പള്ളിയെ ഒന്ന് അനുനയിപ്പിക്കാൻ കഴിയും എന്നതായിരിക്കും മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രതീക്ഷിക്കുന്നത്. പക്ഷേ തെറ്റിപ്പോയി. ലീഗിനെ പഴി പറഞ്ഞതുകൊണ്ട് നേരത്തെ ചെയ്തു വെച്ച കാര്യങ്ങൾ, മുസ്ലിം പ്രീണനം അടക്കമുള്ള കാര്യങ്ങളൊന്നും വെള്ളാപ്പള്ളിയുടെ മനസ്സിൽ നിന്ന് അങ്ങനെ പെട്ടെന്ന് പോകില്ല. വെള്ളാപ്പള്ളി നടേശൻ്റെ മനസ്സിൽ നിന്ന് പോയാലും LDF-ൽ നിന്ന് അകന്ന, CPIM-ൽ നിന്ന് അകന്ന ഈഴവ സമുദായം അടക്കമുള്ള വിഭാഗങ്ങളുടെ വോട്ടുകൾ തിരിച്ചു വരണമെന്നുണ്ടെങ്കിൽ അവർക്ക് തിരിച്ചു വിശ്വാസം തോന്നണം. അതിന് ലീഗിനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ലീഗിൻ്റെ കുറ്റം കാരണമാണ് തോറ്റത് എന്ന്
പറഞ്ഞുകൊണ്ട് ലീഗിന്റെ കൂട്ടുകെട്ടിനെ പഴിക്കുമ്പോൾ താൻ എന്താണ് ഇവിടെ ചെയ്തു കൂട്ടിയത് എന്നതുകൂടി മുഖ്യമന്ത്രി പിണറായി വിജയൻ വിശദീകരിക്കേണ്ടതുണ്ട്. തെരഞ്ഞെടുപ്പ് വിജയം ലീഗിനെ മത്തുപിടിപ്പിച്ചു എന്നുള്ള ആരോപണം നിയമസഭയിൽ തന്നെ ലീഗ് നിഷേധിക്കുന്നത് നമ്മൾ കണ്ടതാണ്. UL ലത്തീഫും നജീബ് കാന്തപുരവും ഒക്കെ കാഫിർ പ്രയോഗമടക്കം സഭയിലേക്ക് കൊണ്ടുവരുന്നതാണ് കഴിഞ്ഞ ദിവസം നിയമസഭയിൽ നമ്മൾ കണ്ടത്. അപ്പോൾ ഈ പൊന്നാനിയിലെയും മലപ്പുറത്തെയും കൂറ്റൻ ഭൂരിപക്ഷം അത് അവർക്ക് കിട്ടിയത് ഈ എല്ലാ ഫാക്ടേഴ്സും കൺസോളിഡേറ്റ് ചെയ്ത് തന്നെയാണ് എന്നുള്ളത് വ്യക്തമാണ്. അല്ലെങ്കിൽ അത്രയും വോട്ട് കിട്ടില്ല. എവിടെയാണ് അത്രയും വോട്ടിരിക്കുന്നത്? അപ്പോൾ എല്ലാ ഫാക്ടേഴ്സും ലീഗിന് അനുകൂലമായി അവിടെ വന്നിട്ടുണ്ട് എന്നുള്ളത് വ്യക്തമാണ്. ഇവിടെ ജനം എന്തുകൊണ്ട് തന്നോട് ഇത് ചെയ്തു എന്നതാണ് പിണറായി വിജയൻ ചിന്തിക്കേണ്ടത്. അതിന് പകരം ലീഗിനെ കുറ്റം പറയാൻ പോകുമ്പോൾ അത്രയും എനർജി വേസ്റ്റ് ആക്കാം എന്നതേ ഉള്ളൂ. അല്ലാതെ നേരത്തെ ഞാൻ ആദ്യഘട്ടത്തിൽ സൂചിപ്പിച്ചതുപോലെ വെള്ളാപ്പള്ളിയെ ഒന്ന് സുഖിപ്പിക്കാൻ വേണ്ടിയാണ് പറയുന്നതെങ്കിൽ ഓക്കെ പറഞ്ഞോളൂ. പക്ഷേ വെള്ളാപ്പള്ളി നടേശൻ എന്ന വ്യക്തിക്ക് ഈ കാര്യങ്ങളെല്ലാം SNDPക്കും ഈ കാര്യങ്ങളെല്ലാം നല്ല പകൽ പോലെ വ്യക്തമായിട്ടുണ്ട്. ഈ ലീഗ് മുഖപത്രം ചന്ദ്രികയിലെ കണ്ണാടി വെച്ചാൽ കോലം നന്നാകുമോ ആ ഒരു എഡിറ്റോറിയൽ വരുന്നതിൽ നിന്നാണല്ലോ ഈ ചർച്ചയിലേക്ക് നമ്മൾ വീണ്ടും എത്തുന്നത്. അതിൽ പറയുന്ന പ്രധാനപ്പെട്ട ഒരു വാചകമുണ്ട്. അത് CPIM തന്നെ വിലയിരുത്തിയ വാചകമാണ്. ഈ തോൽവിക്ക് കാരണം ഭരണവീഴ്ച. അത് CPIയുടെ വിവിധ യോഗങ്ങളിൽ, CPIMന്റെ വിവിധ യോഗങ്ങളിൽ എല്ലാത്തിലും ഈ ഭരണവീഴ്ചയെക്കുറിച്ചുള്ള പരാമർശങ്ങൾ വന്നു കഴിഞ്ഞതാണ്. അത് തന്നെ ഈ ചന്ദ്രികയും പറയുന്നുണ്ട്. ആ ഭാഗം നമുക്ക് മുഖവിലേക്കെടുക്കാം എന്നാണ് ഞാൻ കരുതുന്നത്. അതോടൊപ്പം തന്നെ PR സംഘത്തെക്കുറിച്ച് പറയുന്നുണ്ട്. മുഖ്യമന്ത്രിക്കൊപ്പമുള്ള PR സംഘം ഈ ഭരണവീഴ്ചയാണെന്ന് തിരിച്ചറിഞ്ഞില്ല. അതായത് പാർട്ടിയും സർക്കാരും തിരിച്ചറിഞ്ഞു, മുഖ്യമന്ത്രിയും സംഘവും മുഖ്യമന്ത്രിക്കൊപ്പമുള്ള സംഘവും തിരിച്ചറിഞ്ഞില്ല എന്നത് ഈ ചന്ദ്രികയിലെ ഈ വാചകത്തിൽ നിന്ന് നമുക്ക് വായിച്ചെടുക്കാൻ കഴിയും. ഇവിടെ പിണറായി വിജയൻ എത്ര തോറ്റാലും ഞാൻ തോറ്റിട്ടില്ല, എനിക്കങ്ങനെ തോൽവി വരില്ല, ഞാൻ തോൽക്കാനുള്ളവനല്ല, എൻ്റെ പേര് പിണറായി വിജയൻ എന്നുള്ളതാണ്, അപ്പോൾ വിജയിക്കാനുള്ളവനാണ് വിജയൻ എന്നുള്ളതിൽ പറഞ്ഞു നിന്നിട്ട് കാര്യമില്ല. തോറ്റാൽ തോറ്റു. MV ഗോവിന്ദൻ പറഞ്ഞതുപോലെ നമ്മൾ നന്നായി തോറ്റു. ഇതൊരു തോൽവിയാണ്. 20 സീറ്റിൽ മത്സരിച്ച് LDF ഒറ്റ സീറ്റിൽ ഒതുങ്ങുമ്പോൾ അതൊരു തോൽവിയാണ്. 20-ൽ 1 ഒറ്റ മാർക്കാണ് കിട്ടിയിരിക്കുന്നത്. ആ ഒറ്റ മാർക്ക് കിട്ടിയയാൾ തോറ്റിട്ടില്ല, മറ്റ് 19 സീറ്റിലും ഞങ്ങൾ തോറ്റതല്ല, ഞങ്ങളെ തോൽപ്പിച്ചതാണ്, അതിന് കാരണം ലീഗാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആര് വിശ്വസിക്കാനാണ്? പരിഹസിക്കത്തേ ഉള്ളൂ ജനം എന്നുള്ളതാണ് അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ടാണ് ഈ ചന്ദ്രികയിലെ എഡിറ്റോറിയൽ പറയുന്നത് മോരിലെ പുളി പോയാലും ലീഗിനെ കുറ്റം പറയുന്ന പണിയാണ് എന്നുള്ളത്. PMA സലാം കുറച്ചുകൂടി കടത്തിയാണ് വിമർശനവുമായി രംഗത്ത് വന്നത്. PMA സലാം പറയുന്നത് തോൽവിയിലും വേണം ഒരു അന്തസ് എന്നാണ്. ആ ഒരു അന്തസ് ഉയർത്തിപ്പിടിക്കാത്ത പരാമർശമായി പോയി NGO യൂണിയൻ സമ്മേളനത്തിൽ കോഴിക്കോട്ടെ പ്രസംഗത്തിൽ പോയി പറഞ്ഞത് എന്നുള്ളത് PMA സലാം അടക്കം വിമർശിക്കുന്നത് നമ്മൾ കാണുന്നുണ്ട്. എവിടെയോ എന്തോ തെറ്റുന്നുണ്ട് തനിക്ക് എന്നൊരാൾക്ക് മനസ്സിലാകേണ്ട ഒരു ഘട്ടമൊക്കെ പിണറായി വിജയന് കഴിഞ്ഞു. വിമർശനങ്ങളോടുള്ള അസഹിഷ്ണുത മാറേണ്ട പ്രായം കഴിഞ്ഞു. എല്ലാം അദ്ദേഹത്തിന് മനസ്സിലാകേണ്ടതാണ്. അദ്ദേഹം അതൊക്കെ മനസ്സിലാക്കിയിട്ടും വീണ്ടും മനസ്സിലാകാത്ത മട്ട് നടിക്കുന്നതാണോ എന്ന് പോലും എനിക്കിപ്പോൾ തോന്നിപ്പോകുന്നുണ്ട്. കാരണം ഇത്രയുമൊക്കെ ആയിട്ടും ഇത്രയും ആളുകൾ പറഞ്ഞിട്ടും പിണറായി വിജയന് മാത്രം മനസ്സിലാകാതിരിക്കാനും മാത്രം അങ്ങനെയുള്ള ഒരാളാണ് പിണറായി വിജയൻ എന്ന് ഞാൻ കരുതുന്നില്ല. തെരഞ്ഞെടുപ്പ് പ്രചാരണ കാലത്ത് ലീഗ് ഇത്രയും പ്രശ്നക്കാരനാണ്, അല്ലെങ്കിൽ ലീഗിൻ്റെ കൂട്ടുകെട്ട് ഇത്രയും മോശമാണ്. അങ്ങനെയാണെങ്കിൽ തെരഞ്ഞെടുപ്പ് പ്രചാരണ വേളയിൽ എന്തുകൊണ്ടാണ് ലീഗിനെ കുറിച്ച് ഇതൊക്കെ പറയാതിരുന്നത്? അങ്ങനെ പറയുകയായിരുന്നെങ്കിൽ 4 വോട്ട് ഇപ്പുറത്ത് കൂടുതൽ കിട്ടില്ലായിരുന്നു. പൊന്നാനിയിലൊക്കെ ലീഗിൽ നിന്ന് നടത്തിയെടുത്ത ആളെയാണല്ലോ മത്സരിപ്പിച്ചത്, KS ഹംസ. അപ്പോൾ ലീഗിനെതിരെ ലീഗിന്റെ കൂട്ടുകെട്ട് ഇവരുമായിട്ടൊക്കെ സഖ്യം ചേർന്നാണ് ലീഗ് മത്സരിക്കുന്നത്. ലീഗിന്റെ മുഖം നഷ്ടപ്പെട്ടു. ഈ വാചകം തെരഞ്ഞെടുപ്പ് പ്രചാരണ വേളയിൽ ഏപ്രിൽ 26 മുൻപ് പറയുകയായിരുന്നെങ്കിൽ വോട്ടായി അത് വീഴില്ലായിരുന്നു. പൊന്നാനിയിലും മലപ്പുറത്തുമൊക്കെ വോട്ട് ഉയർത്താൻ പറ്റുമായിരുന്നല്ലോ. ഇത്രയും ഭൂരിപക്ഷത്തിലേക്ക് ലീഗ് പോകില്ലായിരുന്നല്ലോ. അപ്പോൾ അവിടെ ഒന്നും പറയാതെ ഈ തോറ്റു കഴിഞ്ഞപ്പോൾ വന്ന് ലീഗിനെ പഴി പറയുന്നതിൽ ആത്മാർത്ഥതയുണ്ട് എന്ന് ഞാൻ കരുതുന്നില്ല. ജൂൺ 20-നാണ് MV ഗോവിന്ദൻ മാസ്റ്റർ വാർത്താസമ്മേളനം നടത്തിയത്. ആ വാർത്താ സമ്മേളനത്തിൽ അദ്ദേഹം പറഞ്ഞത് ജമാഅത്തെ ഇസ്ലാമി, പോപ്പുലർ ഫ്രണ്ട്, കോൺഗ്രസ്, ലീഗ് ഐക്യത്തെക്കുറിച്ചാണ്. അങ്ങനെ ഒരു ഐക്യം ഉണ്ട് എന്നുള്ളത് CPIM തിരിച്ചറിയുന്നെങ്കിൽ നല്ലത്. അങ്ങനെ ഒരു ഐക്യത്തിലൂടെയാണ് ആ ഭൂരിപക്ഷത്തിലേക്ക് പോയത് എന്നുള്ളത് അവിടുത്തെ കണക്ക് വെച്ച് നോക്കിയാൽ മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യമാണ്. അപ്പോൾ ഒരു വർഗീയ ധ്രുവീകരണം ഉണ്ടാക്കുന്നത് ആരാണ്? ഇടതുപക്ഷം മുസ്ലിം പ്രീണനത്തിനായി ശ്രമിക്കുമ്പോൾ മറുഭാഗത്ത് ഒരു വർഗീയ ധ്രുവീകരണം ഉണ്ടായിട്ടുണ്ടോ? അത് ഇടതുപക്ഷം ഇൻട്രോസ്പെക്ട് ചെയ്യേണ്ട ഒരു വിഷയമായി തന്നെയാണ് ഞാൻ കാണുന്നത്. പക്ഷേ ലീഗിനെ പഴി പറയുന്നതിന് പകരം ആ കാരണം കണ്ടെത്തി അതിനെന്താണ് പരിഹാരം എന്നുള്ളതിലേക്കാണ് നോക്കേണ്ടത്. എല്ലാവരും ഒരു മുന്നണി പോലെ ഇടതുപക്ഷത്തിനെതിരെ പ്രവർത്തിച്ചു എന്നുള്ള ഫൈൻഡിങ്ങും കറക്റ്റാണ്. അത് MV ഗോവിന്ദൻ കൃത്യമായി നടത്തുന്നുണ്ട്. ചിലരൊക്കെ ഇപ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയനെ തന്നെ തിരുത്താൻ തയ്യാറായിട്ടുണ്ട് എന്നതൊരു നല്ല ലക്ഷണമായിട്ടാണ് ഞാൻ കാണുന്നത്. കാരണം പിണറായി വിജയനെ പറയാൻ പാടില്ല, പറഞ്ഞു കഴിഞ്ഞാൽ മൂക്ക് ചെത്തിക്കളയും എന്നുള്ള മട്ടിലുള്ള ഒരു പേടിയുണ്ടായിരുന്നു പാർട്ടിക്കുള്ളിൽ പല നേതാക്കൾക്കും. അപ്പോൾ അതൊക്കെ മാറി വരുന്നു എന്നുള്ളത് ഒരു നല്ല സൂചനയായിട്ടാണ് ഞാൻ കരുതുന്നത്. തോൽവിക്ക് കാരണം ആരാണോ ആ വ്യക്തിയിലേക്ക് തന്നെ ആ കാരണം ചൂണ്ടിക്കാട്ടണം. കാരണഭൂതൻ എന്നൊക്കെ പറഞ്ഞുള്ള പരിഹാസത്തിലേക്കല്ല ഞാൻ പറയുന്നത്. കാരണം ആരാണോ ആ കാരണം ഇതാണ് എന്ന് നമ്മൾ ചൂണ്ടിക്കാട്ടിയാലേ നമുക്കത് തിരുത്താൻ കഴിയുകയുള്ളൂ. തോൽവിയുടെ കിരീടം മറ്റൊരിടത്ത് കൊണ്ടുവച്ചിട്ട് അത് കാരണമാണ് തോറ്റത് എന്ന് പറയുന്നതിൽ ഒരർത്ഥവുമില്ല. ലീഗിനെയും സംസ്ഥയും ഒക്കെ ഒപ്പം കൂട്ടാനായി ശ്രമിച്ച കാര്യങ്ങൾ, അങ്ങനെയുള്ള പ്രതികരണങ്ങൾ ഒക്കെ കൂടി നമ്മൾ നോക്കേണ്ടതുണ്ടല്ലോ.
നേരത്തെ സംഭവിച്ചത് എന്താണ്? 2023 നവംബർ 18 നവകേരളത്തിനായി ഒന്നിക്കാമെന്ന മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ലേഖനം വന്നത് ഇപ്പോൾ ഈ വിമർശിച്ചിരിക്കുന്ന ചന്ദ്രികയുടെ എഡിറ്റോറിയൽ പേജിൽ തന്നെയാണ്. അന്ന് വന്ന ലേഖനത്തിൽ പ്രതിപക്ഷം ബഹിഷ്കരിച്ച നവകേരള സദസ്സിനെ അനുകൂലിക്കുന്ന ലേഖനമാണ്, മുഖ്യമന്ത്രി എഴുതിയ ലേഖനമാണ് വന്നത്. അപ്പോൾ ഈ ബന്ധമൊക്കെ വളരെ ഇൻടാക്റ്റ് ആയിരുന്നു. ആ ബന്ധമൊക്കെ ഒരു പെട്ടെന്ന് ഈ ഒറ്റ പരാമർശം കൊണ്ടങ്ങ് ഇല്ലാതായി എന്നൊക്കെ പറയുന്നത് അത് വിശ്വസിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. അതുപോലെ തന്നെ വഖഫ് ബോർഡ് നിയമനം PSCക്ക് വിട്ടപ്പോൾ അന്ന് മുസ്ലിം സംഘടനകളൊക്കെ തെരുവിലിറങ്ങിയപ്പോഴേക്കും മുഖ്യമന്ത്രി നേരിട്ടാണ് ഈ സംഘടനകളുമായിട്ടൊക്കെയുള്ള 1-to-1 ഇന്ററാക്ഷൻസിലേക്ക് വരെ മുഖ്യമന്ത്രി തന്നെയാണ് പോകുന്നത്. ആ ബന്ധം അവിടെ നിൽക്കുന്നുണ്ട്. അപ്പോൾ മുസ്ലിം സംഘടനകളായുള്ള മുഖ്യമന്ത്രിയുടെ ബന്ധമെന്ന് പറയുന്നത്, ആ പ്രീണനമെന്ന് പറയുന്നത് അത് അവിടെ തന്നെയുണ്ട്. ഇപ്പോൾ ഈ പറഞ്ഞ ഒരു പ്രസംഗം കൊണ്ട് NGO യൂണിയൻ സമ്മേളനത്തിൽ പോയി ഒരു പ്രസംഗം പ്രസംഗിച്ചത് കൊണ്ട് മുഖ്യമന്ത്രിയും CPIM നേരത്തെ നടത്തിയ മുസ്ലിം പ്രീണനവും ഒന്നും ഇല്ലാതാകുന്നില്ല എന്നുള്ളതാണ് വസ്തുത. അപ്പോൾ മുസ്ലിം മതസംഘടനകളുടെ വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തിന് മുന്നിൽ നേരത്തെ തന്നെ പോയി അടിയറവ് വെക്കാൻ നോക്കി, പക്ഷേ ഗുണം കൊണ്ടുപോയത് UDF ആണ് എന്നുള്ളതാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്ന പ്രധാനപ്പെട്ട കാര്യം. സുപ്രഭാതം ദിനപത്രത്തിന്റെ ആദ്യത്തെ പേജിൽ കൊണ്ടുപോയി പരസ്യം കൊടുത്തത് ആരാ? ഇടതുപക്ഷമല്ലേ? ഏപ്രിൽ 24 ആദ്യത്തെ പരസ്യം വന്നു. അന്ന് പത്രം കത്തിക്കുന്നു, അത് പിന്നെ പത്രം കത്തിച്ചയാൾ മാപ്പ് പറയുന്നു. അതൊക്കെ നമ്മൾ ഈ തെരഞ്ഞെടുപ്പ് പ്രചാരണ വേളയിൽ കണ്ടതാണ്. എന്നിട്ട് തെരഞ്ഞെടുപ്പിന്റെ ഒരു ദിവസം മുൻപ് ഏപ്രിൽ 24 സുപ്രഭാതത്തിന്റെ ആദ്യത്തെ പേജിൽ വീണ്ടും പരസ്യം വന്നു. ജനങ്ങളെ സംരക്ഷിക്കേണ്ടവർ വിഷം തുപ്പുമ്പോൾ ന്യൂനപക്ഷങ്ങൾക്ക് താങ്ങും തണലുമായി അടിപതറാതെ ഇടതുപക്ഷം എന്ന് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ പടം വെച്ച പരസ്യം വന്നത് സുപ്രഭാതത്തിലാണ്. ആ സുപ്രഭാതത്തിൽ വന്ന പരസ്യവും കേരളം കണ്ടതാണ്. പൗരത്വ ഭേദഗതി നിയമമടക്കം തെരഞ്ഞെടുപ്പ് വിഷയമാക്കി സെമിനാറിലേക്ക് വിളിക്കുന്നു. ലീഗ് വരുമോ ലീഗ് വരില്ലയോ എന്നുള്ളത് നമ്മൾ കോൺഗ്രസിന്റെ പ്രതികരണം എടുക്കുന്നു. അതെല്ലാം നമ്മൾ കണ്ടതാണ്. ഈ കോലാഹലം എല്ലാം ഉണ്ടാക്കിയിട്ട് ഇപ്പോൾ ലീഗ് തോൽപ്പിച്ചു എന്ന് പറയുന്നതിൽ എന്താണ് അർത്ഥമുള്ളത്? ഒന്നുകിൽ ഇടതുപക്ഷത്തെക്കാൾ നന്നായി ലീഗിനെ അതുപോലെ തന്നെ ന്യൂനപക്ഷങ്ങളെ പ്രീണിപ്പിക്കാൻ UDFന് കഴിഞ്ഞു, കോൺഗ്രസിന് കഴിഞ്ഞു എന്നുള്ളത് തിരിച്ചറിയുക. തങ്ങളുടെ പ്രീണനം അത്രയ്ക്കങ്ങോട്ട് ഒത്തില്ല, കുറച്ചുകൂടി കയറ്റി പിടിക്കുകയായിരുന്നെങ്കിൽ ഒരുപക്ഷെ ഒത്തേനെ എന്ന് വേണം മനസ്സിലാക്കാൻ. ഈ സമസ്തയൊക്കെ ഒപ്പം കൂട്ടാനായിട്ട് നടത്തിയ ചർച്ചകളൊക്കെ ഈ തെരഞ്ഞെടുപ്പിന്റെ അവസാന ലാപ്പ് വരെ നമ്മൾ കണ്ടതാണ്. അപ്പോൾ കേരളം ഇതൊക്കെ കണ്ടിരിക്കുമ്പോൾ ഇപ്പോൾ മാറ്റി പറഞ്ഞതുകൊണ്ട് കാര്യമില്ല എന്നുള്ളതാണ് CPIMനോടും മുഖ്യമന്ത്രി പിണറായി വിജയനോടും പറയാനുള്ളത്. സമസ്തയുടെ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ ഉടനെ വന്ന ഒരു എഡിറ്റോറിയലിനെ കുറിച്ച് കൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. സമസ്തയുടെ സുപ്രഭാതത്തിൽ ജൂൺ 7 വന്ന എഡിറ്റോറിയലിൽ എന്തുകൊണ്ട് CPIMന് വലിയ തോൽവി നേരിട്ടു എന്നതിന് അവർ ഡയറക്റ്റായി തന്നെ കോട്ട് ചെയ്യുന്നത് മുഖ്യമന്ത്രിയുടെ ധാർഷ്ട്യത്തെയാണ്. അപ്പോൾ സമസ്തയ്ക്ക് പോലും പിടിക്കുന്നില്ല. സമസ്തയുടെ പത്രത്തിൽ പോയി പരസ്യമൊക്കെ കൊടുത്തു, പക്ഷേ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു, ഫലം വന്നു കഴിഞ്ഞ് സമസ്തയുടെ മുഖപത്രത്തിൽ തന്നെ വരുന്നു മുഖ്യമന്ത്രിയുടെ ധാർഷ്ട്യവും SFIയുടെ അക്രമ രാഷ്ട്രീയവും ഒക്കെയാണ് ഈ തോൽവിക്ക് കാരണമെന്ന് പറഞ്ഞുകൊണ്ട് അവരവിടെ കൃത്യമായിട്ട് ലീഗിനെ പുകഴ്ത്തുന്നുമുണ്ട്. അപ്പോൾ ജിഫ്രി മുത്തുക്കോയ തങ്ങൾ, മുഖ്യമന്ത്രി പിണറായി വിജയൻ ബന്ധം എന്നൊക്കെ പറയുന്നത് ഒരു ഭാഗത്ത് നിൽക്കുന്നുണ്ടെങ്കിലും അവർക്കറിയാം എങ്ങോട്ട് ചാടണം എന്നുള്ളത്. അപ്പോൾ നന്നായി നമ്പി നോക്കി, പക്ഷേ ആ നമ്പി നോക്കിയിട്ട് ഒന്നും നടന്നില്ല എന്നുള്ളതാണ് CPIM തിരിച്ചറിയേണ്ടത്. ഇതിൽ ഇപ്പോൾ വെള്ളാപ്പള്ളി നടേശനെ കുറിച്ചുള്ള കാര്യങ്ങൾ പറയുന്നതിനോ അല്ലെങ്കിൽ വെള്ളാപ്പള്ളി നടേശൻ ഉന്നയിച്ച വിമർശനങ്ങൾക്ക് കൃത്യമായ മറുപടി പറയുന്നതിനോ മുഖ്യമന്ത്രി പിണറായി വിജയൻ തയ്യാറാകുന്നില്ല എന്ന കാര്യത്തിനാണ് ഇവിടെ കൂടുതൽ പ്രസക്തിയുള്ളത്. വെള്ളാപ്പള്ളി നടേശനെ നവോത്ഥാന സമിതിയുടെ അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് മാറ്റാനോ അല്ലെങ്കിൽ എന്തുകൊണ്ട് വെള്ളാപ്പള്ളി നടേശൻ ഇങ്ങനെയൊക്കെ പറയുന്നു എന്ന് MV ഗോവിന്ദൻ പറഞ്ഞതുപോലെ എവിടെയും തൊടാത്ത രീതിയിലുള്ള ഒരു വാക്ക് പോലും പറയാൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇതുവരെ തയ്യാറായിട്ടില്ല എന്നിടത്തുണ്ട് ഇപ്പോൾ ലീഗിനെ പറഞ്ഞതിൻ്റെ യഥാർത്ഥ ഉത്തരം എന്നുള്ളതാണ്. അപ്പോൾ ലീഗ് വർഗീയ പാർട്ടിയല്ല, ന്യൂനപക്ഷങ്ങൾക്കായി പ്രവർത്തിക്കുന്ന ജനാധിപത്യ പാർട്ടിയാണ് എന്നൊക്കെ 2022 ഡിസംബറിൽ പറഞ്ഞ പാർട്ടി സെക്രട്ടറി MV ഗോവിന്ദൻ ആ നിലപാട് മാറിയോ എന്ന് കൂടി വ്യക്തമാക്കിയാൽ കൊള്ളാം. കാരണം മുഖ്യമന്ത്രി പറഞ്ഞു കഴിഞ്ഞല്ലോ എല്ലാവരുമായി കൂട്ടുചേരുന്ന മുഖം നഷ്ടപ്പെട്ട പാർട്ടിയാണ് ലീഗ് എന്ന്. അപ്പോൾ അന്ന് പറഞ്ഞ ആ വർഗീയ പാർട്ടിയല്ല, ന്യൂനപക്ഷങ്ങൾക്കായി പ്രവർത്തിക്കുന്ന ജനാധിപത്യ പാർട്ടിയാണ് എന്നൊക്കെയുള്ള അഭിപ്രായം പാർട്ടിക്ക് മാറിയോ എന്ന് സംസ്ഥാന സെക്രട്ടറി കൂടി പറഞ്ഞാൽ കാര്യങ്ങൾക്ക് കുറച്ചുകൂടി ഒരു വ്യക്തത വരും എന്നുള്ളതാണ്. അപ്പോൾ ഒറ്റ കാര്യമേ ഉള്ളൂ, മുഖ്യമന്ത്രി പിണറായി വിജയൻ തിരിച്ചറിയുക, ഇടത് സർക്കാരിന് ജനങ്ങളിട്ട മാർക്ക് എന്ന് പറയുന്നത് ഒന്നാണ്, ഒറ്റ സംഖ്യയാണ്. ശരി, ഇതിപ്പോൾ ഒരു പുതിയ നെറേറ്റീവിലേക്ക് CPM എത്തിക്കഴിഞ്ഞു. ഇതിപ്പോൾ മുഖ്യമന്ത്രിയുടെ മാത്രമല്ല, പാർട്ടി സെക്രട്ടറി നൽകിയ അഭിമുഖത്തിലും ഇന്ന് മാതൃഭൂമിയിൽ നൽകിയ അഭിമുഖത്തിൽ പറയുന്നുണ്ട്. ഇപ്പോൾ വർഗീയമായി 2 ചേരിയാണ്. ഒരു ഇസ്ലാം രാഷ്ട്രം വേണമെന്ന വാദം ഉന്നയിക്കുന്നവർ ഉൾപ്പെടെയുള്ള SDPIയും വെൽഫെയർ പാർട്ടിയും ജമാഅത്ത് ഇസ്ലാമിയും ലീഗും കോൺഗ്രസും ചേർന്ന് മുന്നണിയായാണ് UDF ആകെ പ്രവർത്തിച്ചത്. ന്യൂനപക്ഷ വർഗീയ മുന്നണിയാണ് ഇവിടെ വിജയിച്ചിരിക്കുന്നത് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ വോട്ട് ചെയ്ത ജനത്തെ മുഴുവൻ പരിഹസിക്കുന്ന ഒരു പ്രതികരണമാണ് വന്നിരിക്കുന്നത്. ഒരു ന്യൂനപക്ഷ വർഗീയ മുന്നണിയുടെ വിജയമാണ് ഇവിടെ ഉണ്ടായിരിക്കുന്നത് എന്നാണ് പറയുന്നത്. ഇപ്പോൾ ഈ SDPI ജമാഅത്തെ ഇസ്ലാമി, ഇതിൽ ജമാഅത്തെ ഇസ്ലാമി പലപ്പോഴും ഈ വെൽഫെയർ പാർട്ടി വരുന്നതിന് മുമ്പ് ഇടതുപക്ഷത്തോട് പിന്തുണ നൽകുന്ന സാഹചര്യമൊക്കെ മുമ്പുണ്ടായിട്ടുണ്ട്. പല തെരഞ്ഞെടുപ്പിലും അങ്ങനെ ഒരു സമീപനം അവർ സ്വീകരിച്ചിട്ടുണ്ട്. ഇപ്പോൾ അവരെ വർഗീയ പാർട്ടി എന്ന് പറയുമ്പോൾ ഇവിടെ നിരോധിക്കപ്പെട്ട പാർട്ടിയല്ല, വർഗീയ നിലപാടെടുക്കുന്നു. വർഗീയ നിലപാടെടുക്കുന്ന ഭൂരിപക്ഷ വർഗീയ നിലപാടെടുക്കുന്ന പാർട്ടികളും ഇവിടെ പ്രവർത്തിക്കുകയാണല്ലോ. RSSനോട് എടുക്കുന്ന സമീപനം മറ്റൊന്ന്. ഈ SDPI ജമാഅത്തെ ഇസ്ലാമിയെ SDPIയും ഒരുമിച്ച് ചേർത്ത് പറയാമോ എന്നുള്ളൊരു പ്രശ്നം അവിടെ നിൽക്കുന്നു. വെൽഫെയർ പാർട്ടി ഇതിനെയെല്ലാം കൂടി ഒരേ രൂപത്തിൽ ഏത് രൂപത്തിലാണ് കാണുന്നത്? ഈ ഹിന്ദുത്വ
നിലപാടെടുക്കുന്ന സാമുദായിക സംഘടനകളോട് മയപ്പെടുത്തി നിൽക്കുക. കാരണം കഴിഞ്ഞ ദിവസം NSS നടത്തിയ പ്രതികരണം, അതിനു മുമ്പ് തുടർച്ചയായി മുസ്ലിം വിരുദ്ധ പരാമർശങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന വെള്ളാപ്പള്ളി നടേശനോട് ശക്തമായി പ്രതികരിക്കാൻ CPM മടിക്കുന്നു. ഇപ്പുറത്ത് മുസ്ലിം ന്യൂനപക്ഷ പ്രീണനം എന്ന് പറയുന്നു, അല്ലെങ്കിൽ മുസ്ലിം ന്യൂനപക്ഷത്തിൽ വർഗീയ നിലപാടുള്ളവർ ചേർന്നിട്ടാണ് ലീഗ് പ്രവർത്തിച്ചതെന്ന് പറയുന്നു. അപ്പോൾ എന്താണ് ഇപ്പോൾ വെള്ളാപ്പള്ളി പറഞ്ഞതിലേക്ക് CPM എത്തുന്നു, അല്ലെങ്കിൽ വെള്ളാപ്പള്ളി പറഞ്ഞതിനെ തള്ളാനുള്ള ധൈര്യമില്ല, ഞങ്ങളുടെ വോട്ട് ബാങ്ക് നഷ്ടപ്പെട്ടത് ഈ രൂപത്തിലാണ് എന്ന നിലപാടിലേക്കാണോ CPM എത്തുന്നതിൽ കുറച്ചുകൂടി വ്യക്തത വരുത്തേണ്ടതുണ്ട്. ഇത് പിണറായി വിജയൻ്റെ മാത്രം പ്രതികരണമായിട്ട് ഞാൻ കാണുന്നില്ല. ഇപ്പോൾ MV ഗോവിന്ദനും അങ്ങനെ ഒരു പ്രതികരണം നടത്തിയ പശ്ചാത്തലത്തിൽ ഉണ്ണി ബാലകൃഷ്ണൻ. നമുക്ക് വളരെ പെട്ടെന്ന് പറയാവുന്ന ഒരു കാര്യമാണ്, വെള്ളാപ്പള്ളി നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുന്നു മുസ്ലിം പ്രീണനമാണ് ഇടതുപക്ഷത്തിൻ്റെ നയം, അതുകൊണ്ടാണ് ഈ പറയുന്ന പിന്നെ ശ്രീനാരായണീയരായിട്ടുള്ള ആളുകളൊക്കെ മറ്റു പാർട്ടികളിലേക്ക് ചേക്കേറിക്കൊണ്ടിരിക്കുന്നത്, അല്ലെങ്കിൽ BJPയിലേക്ക് ഒഴുകിക്കൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഉത്തരവാദികൾ CPM തന്നെയാണെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഈ വെള്ളാപ്പള്ളി നടേശനെ ഒക്കെ അങ്ങ് വളരെ പെട്ടെന്ന് എതിർക്കുക എന്ന് പറയുന്ന അത്ര ഈസി ആയിട്ടുള്ളൊരു കാര്യമല്ല. ഒന്നാമത്തെ കാര്യം എന്ന് വെച്ചാൽ, ഇപ്പോൾ 1995 ശിവഗിരി ആക്ഷൻ ഉണ്ടാകുന്നത്. ആൻ്റണി മുഖ്യമന്ത്രിയായിരിക്കുന്ന സമയത്ത് അന്ന് 500 പോലീസുകാരാണ് ആ ശിവഗിരി മഠത്തിലേക്ക് കയറിയത്. യഥാർത്ഥത്തിൽ ഈ SNDPയുടെ ചരിത്രം തന്നെ മാറുന്നൊരു സംഭവമാണ് ഈ ശിവഗിരി ആക്ഷൻ എന്ന് പറയുന്നത്. അന്ന് ഡോക്ടർ രാഹുലനും ഗോപിനാഥൻ വക്കീലുമായിരുന്നു അതിൻ്റെ പ്രസിഡൻറ്റും സെക്രട്ടറിയും. അവർ UDF ആയിരുന്നു. ഗോപിനാഥൻ വക്കീൽ എനിക്ക് തോന്നുന്നത് KPC എക്സിക്യൂട്ടീവ് മെമ്പറായിരുന്നു. ഡോക്ടർ രാഹുലൻ നാട്ടികയിൽ മത്സരിച്ചിട്ടുള്ള ആളുമാണ്. അവർ കോൺഗ്രസിനോട് അനുഭാവമുള്ള നേതൃത്വം തന്നെയായിരുന്നു. അവർക്കെതിരായിട്ടാണ് ഈ പറയുന്ന വിദ്യാസാഗറിൻ്റെയും വെള്ളാപ്പള്ളി നടേശൻ്റെയും നേതൃത്വത്തിലൊരു എതിർചേരി പിന്നെ SNDPയിൽ ശക്തമാകുന്നു. 96 നടന്ന തെരഞ്ഞെടുപ്പിൽ അങ്ങനെ SNDP യോഗം ജനറൽ സെക്രട്ടറിയായിട്ട് വെള്ളാപ്പള്ളി നടേശൻ വരികയും ചെയ്യുന്നത്. ആ 96 ഒരു പ്രത്യേകത എന്താണ്? വലിയ പ്രതിച്ഛായയോടുകൂടിയാണ് AK ആന്റണി കേരളത്തിലേക്ക് വന്നത്, അല്ലേ? ആ കേരളത്തിൽ വന്ന് മുഖ്യമന്ത്രിയായ AK ആന്റണിക്ക് നല്ല പ്രതിച്ഛായ ഉണ്ടായിരിക്കുന്ന സമയത്താണ് 96 വലിയ പരാജയം AK ആന്റണിക്ക് ഉണ്ടാകുന്നത്. അത് ശിവഗിരി ആക്ഷൻ ഉണ്ടാക്കിയ ഒരു വലിയ പ്രത്യാഘാതമാണ്. അത് അവിടെ അതിന് മുമ്പ് നടന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിലും വലിയ രീതിയിലുള്ള തിരിച്ചടി പിന്നെ കോൺഗ്രസിനുണ്ടായി. അപ്പം ഈ പറയുന്ന SNDP എന്ന് പറയുന്ന പ്രസ്ഥാനവും അതുപോലെ തന്നെ ആ ഈഴവ വിഭാഗം, ഇപ്പം MV ഗോവിന്ദ മാസ്റ്റർ വളരെ ശരിയായിട്ട് വിശദീകരിച്ചിരുന്നു ആ വാർത്താ സമ്മേളനത്തിൽ. അതായത് തെക്കൻ കേരളത്തിൽ ഈഴവരും വടക്കൻ കേരളത്തിൽ തീയ സമുദായത്തിൽപ്പെട്ടവരുമാണ് ഞങ്ങളുടെ പ്രസ്ഥാനത്തിൻ്റെ നട്ടെല്ല്. ആ വിഭാഗത്തിൽ നിന്നൊരു നല്ല ശതമാനം അല്ലെങ്കിൽ ഒരു പ്രത്യേക ശതമാനം RSSൻ്റെ അജണ്ടയിലേക്ക് മാറിപ്പോകുന്നു, വഴുതിപ്പോകുന്നു, അതിനെ നേരിടേണ്ടതുണ്ട് എന്ന് വിശദീകരിക്കുന്നുണ്ട്. പക്ഷേ ആ വിഭാഗത്തെ പിണക്കുക എന്ന് പറയുന്നത്, അല്ലെ അതിൻ്റെ ഒരു പ്രതിനിധിയായി നിൽക്കുന്ന, അല്ലെങ്കിൽ ആ യോഗത്തിൻ്റെ ജനറൽ സെക്രട്ടറിയായി നിൽക്കുന്ന വെള്ളാപ്പള്ളി നടേശന് എതിരായിട്ട് അതിശക്തമായി പിന്നെ പരസ്യമായി പിന്നെ വിമർശനങ്ങളൊക്കെ ഉന്നയിക്കുക എന്ന് പറയുന്ന ഒരു രാഷ്ട്രീയ CPM പോലൊരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിൽ അത്ര ഈസി ആയിട്ടുള്ളൊരു കാര്യമല്ല. അതുകൊണ്ട് അത് എളുപ്പത്തിൽ ചെയ്യാൻ കഴിയുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. എന്നാൽ ആ വിഷയത്തെ വളരെ ശ്രദ്ധയോടുകൂടി അഡ്രസ്സ് ചെയ്യേണ്ടതുണ്ട്. എന്തുകൊണ്ട് അങ്ങനെ സംഭവിക്കുന്നു എന്ന വിഷയത്തെ അഡ്രസ്സ് ചെയ്യേണ്ടതുണ്ട്. എനിക്ക് ആ അർത്ഥത്തിലൊക്കെയാണ് ഞാൻ പറയുന്നത് ഇതൊരു തുടക്കമാണ്. പിണറായി വിജയൻ്റെ ഈ പ്രസ്താവന അത്ര ലളിതമായി നമ്മൾ കാണണ്ട. മാത്രമല്ല വേറൊരു അപകടം ഞാൻ ഇതിനകത്ത് കാണുന്നുണ്ട്. അതായത് ഈ കോൺഗ്രസിനെയും ലീഗ് അടക്കമുള്ള ആ UDF മുന്നണി ന്യൂനപക്ഷ തീവ്രവാദ വിഭാഗങ്ങളുമായി കൈകോർത്തു നിന്നുകൊണ്ടാണ് ഈ വിജയം നേടുന്നത് എന്ന് പറയുമ്പോൾ ഈ മുസ്ലിം ന്യൂനപക്ഷത്തിൻ്റെ പ്രീണിപ്പിക്കുന്നു എന്ന പേരിലാണ് ഇടതുപക്ഷത്തിൽ നിന്ന് വോട്ട് BJPയിലേക്ക് പോയതെങ്കിൽ നാളെ UDFനും അത് ബാധകമാകും എന്നൊരു പ്രശ്നമുണ്ട്. അത് അടിസ്ഥാനപരമായി ശരിയാണോ ആ തന്ത്രം എന്നൊരു ചോദ്യമുണ്ട്. കാരണം UDFനെയും ന്യൂനപക്ഷ പ്രീണനത്തിൻ്റെയും പ്രത്യേകിച്ച് മതതീവ്രവാദ വിഭാഗങ്ങളുമായി കൈകോർക്കുന്ന ഒരു ചേരിയാണത് എന്ന് വരുത്തി തീർത്തിയാൽ അവിടെ ഇരിക്കുന്ന മുന്നാക്ക അല്ലെങ്കിൽ പിന്നാക്ക ഹിന്ദു വോട്ടുകൾ നേരെ CPMലേക്ക് വരണമെന്നില്ല. അതും വേണമെങ്കിൽ BJPയിലേക്ക് പോകാം. അപ്പോൾ തന്ത്രപരമായിട്ട് ഒരു പൊളിറ്റിക്കൽ സ്ട്രാറ്റജി എന്നുള്ള നിലയ്ക്ക് അത് എത്രമാത്രം ശരിയാണ് എന്നൊരു ആശങ്ക ഈ കാര്യത്തിൽ എനിക്കുണ്ട്. ശബരിമലയുടെ വിഷയത്തിനകത്ത് വെള്ളാപ്പള്ളി നടേശനെ CPMും സംസ്ഥാന സർക്കാരും ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട്. അങ്ങനെയാണല്ലോ നവോത്ഥാന സമിതി ഉണ്ടാകുന്നത്. അപ്പോൾ ആ ഘട്ടത്തിൽ ഒരു ഉപകാരപ്പെട്ട വെള്ളാപ്പള്ളി നടേശൻ പക്ഷേ ഇപ്പോൾ വ്യത്യസ്തമായ നിലപാടെടുക്കുമ്പോൾ അത് മറുപടി പറഞ്ഞേ മുന്നോട്ട് പോകാനാകൂ, ഒരു സംശയമില്ല കാര്യത്തിൽ. ഇപ്പോൾ വെള്ളാപ്പള്ളി നടേശൻ നായാടി മുതൽ നമ്പൂതിരി വരെ ഉള്ള ഹിന്ദു വിഭാഗങ്ങളെ യോജിപ്പിക്കുന്നതിന് വേണ്ടി കേരളത്തിൻ്റെ അങ്ങേ തലക്ക് മുതൽ ഇങ്ങേ തലക്കൽ വരെ രഥയാത്ര നടത്തിയിട്ടുള്ള ആളാണ്. ആ സാഹചര്യത്തിൽ രൂപം കൊണ്ടിട്ടുള്ള ഈ BDJS എന്ന പാർട്ടിയുമായി മകനെ പറഞ്ഞേക്കുക, ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഭാര്യ BJPക്ക് വേണ്ടി ഒരു ഫുഡ് സോൾജിയർ ആയത് താൻ അറിഞ്ഞില്ല എന്ന് പറയുക, വെള്ളാപ്പള്ളി നടേശൻ വ്യത്യസ്തമായ രാഷ്ട്രീയം കൈകാളുന്നു എന്ന് പറയുക മാത്രം ചെയ്യുക എന്നൊന്നും പറയുന്നത്. ശോഭയ്ക്ക് വേണ്ടി വോട്ട് ചോദിച്ചു വെള്ളാപ്പള്ളി നടേശൻ ശോഭാ സുരേന്ദ്രന് വേണ്ടി പറഞ്ഞു, പരസ്യമായി തന്നെ ആയിക്കോട്ടെ,
വെള്ളാപ്പള്ളി ശേഷം ശോഭാ സുരേന്ദ്രന് വോട്ട് ചെയ്യണമെന്ന്. ശോഭാ സുരേന്ദ്രൻ ജയിക്കേണ്ടതാണ്. ശോഭാ സുരേന്ദ്രൻ പിന്തുണയ്ക്കുന്നു. ഓക്കെ, അപ്പോൾ ആ നിലയിലുള്ള നിലപാടെടുക്കുമ്പോൾ അത് പറഞ്ഞു തന്നെ പോകണം. പക്ഷേ നേരത്തെ പറഞ്ഞ പോലെ നവോത്ഥാന സമിതിയുടെ കാലഘട്ടത്തിൽ CPM-ന് സഹായകരമായ, സംസ്ഥാന സർക്കാരിന് സഹായകരമായ ഒരാളെ എങ്ങനെയാണ് കൈകാര്യം ചെയ്യേണ്ടത് എന്ന് സംബന്ധിച്ചൊരു ആലോചനയായിരിക്കും പാർട്ടിക്കുള്ളിലോ അല്ലെങ്കിൽ സർക്കാരിലോ നടക്കുന്നതെന്നാണ് ഞാൻ കരുതുന്നത്. നോക്കിവിടെ നമ്മുടെ പ്രധാനപ്പെട്ട വിഷയം എന്താണ്? ഈ മുസ്ലിം ന്യൂനപക്ഷ വോട്ടുകളാണ്. മുസ്ലിം ന്യൂനപക്ഷ വോട്ടുകളൊന്നും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് നഷ്ടപ്പെട്ടിട്ടില്ല. ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ വളരെ ശ്രദ്ധാപൂർവം കാണേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, മുസ്ലിം വോട്ടുകൾ സാധാരണഗതിയിൽ ചിതറിക്കുക എന്ന് പറയുന്നത് ഒരു രാഷ്ട്രീയ തന്ത്രമാണ്. പ്രത്യേകിച്ച് അമിത്ഷായുടെ നേതൃത്വത്തിൽ AMIM-നെ ഒക്കെ ഇറക്കുന്നത്, അല്ലെങ്കിൽ BSP ഒക്കെ ഇറക്കിയിട്ടുള്ളത് എല്ലാ കാലഘട്ടത്തിലും ഈ പറയുന്ന ന്യൂനപക്ഷ വോട്ടുകൾ ചിതറിക്കുന്നതിന് വേണ്ടിയാണ്. നോക്കൂ, ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം നമ്മൾ ആ കാര്യം ചർച്ച ചെയ്തിട്ടേ ഇല്ല എന്നുള്ളത് നിങ്ങൾ ഓർക്കണം. എവിടെയും മുസ്ലിം ന്യൂനപക്ഷ വോട്ടുകൾ ചിതറിപ്പോയിട്ടില്ല. കൃത്യമായ രാഷ്ട്രീയ ലക്ഷ്യത്തോടു കൂടി, എന്ന് വെച്ചാൽ ആ രാഷ്ട്രീയ ലക്ഷ്യം എന്താണ്? മതേതര വോട്ടുകൾ യോജിക്കുക എന്ന ആ രാഷ്ട്രീയ ലക്ഷ്യമാണ്. ആ മതേതര വോട്ടുകൾ യോജിക്കുക എന്ന രാഷ്ട്രീയ ലക്ഷ്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് UP-യിലൊക്കെ നോക്കൂ, 40 സീറ്റാണ് പരമാവധി കിട്ടുക, 30 പറഞ്ഞാൽ മതി എന്നായിരുന്നു ഇന്ത്യ ബ്ലോക്കിൻ്റെ ആ ഘട്ടത്തിലെ നറേറ്റീവ്. ഉത്തർപ്രദേശിൽ 43 ജയിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ ആ നിലയിൽ കൃത്യമായ രീതിയിൽ ന്യൂനപക്ഷ വോട്ടുകൾ വളരെ ഇന്റലിജന്റായി വോട്ട് ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ് കാണേണ്ടത്. ഈ കേരളത്തിലും അങ്ങനെ തന്നെയാണ് സംഭവിച്ചത്. 2 മതേതര പാർട്ടികൾ, 2 മതേതര മുന്നണികൾ ഉണ്ടാകുമ്പോൾ ദേശീയ തലത്തിൽ പോയാൽ ആരാണ് നല്ലത് എന്ന് കണ്ടെത്തി അവർക്ക് കൺസോളിഡേറ്റ് ചെയ്തു എന്നുള്ളതാണ്. അതുകൊണ്ടാണ് മലപ്പുറത്തും പൊന്നാനിയിലും ആ നിലയിലുള്ള കൺസോളിഡേഷൻ ഉണ്ടായിട്ടുള്ളത് എന്ന് നമ്മൾ കാണേണ്ടതാണ്. പിന്നെ ഇവിടെ പറഞ്ഞ പ്രശ്നം നോക്കൂ, ഭരണ രംഗത്തുണ്ടായിട്ടുള്ള വീഴ്ചകൾ ശരിയാണ്. പ്രയോറിറ്റീസ്, അത് ആദ്യഘട്ടത്തിൽ തന്നെ MV ഗോവിന്ദ മാസ്റ്റർ പറഞ്ഞിട്ടുള്ളതാണ്. പ്രയോറിറ്റീസിൽ മാറ്റം വരുത്തേണ്ടതുണ്ടോ? ഇവിടെ പിണറായി വിജയൻ്റെ ഇന്നലത്തെ കോഴിക്കോട് പ്രസംഗത്തിൽ വളരെ പ്രധാനമായ 2 കാര്യങ്ങളുണ്ട്. DA കൊടുത്തു തീർക്കുക, ക്ഷേമ പെൻഷൻ പൂർത്തിയാക്കുക. നോക്കൂ, ക്ഷേമ പെൻഷൻ എന്ന് പറയുന്നത് ശമ്പളമായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. അത് ഒന്നാം പിണറായി വിജയൻ സർക്കാരിൻ്റെ കാലഘട്ടത്തിൽ ഉണ്ടായതാണെന്നേ. എന്തിനാണ് നമ്മൾ മടിക്കേണ്ട കാര്യം? ആ നിലയിൽ നമുക്ക് ഒരു ജോലി സ്ഥലത്ത് ജോലി ചെയ്യുമ്പോൾ കിട്ടുന്ന ശമ്പളം നമ്മുടെ അവകാശമാണെന്നതുപോലെ തന്നെ ഇപ്പോൾ ക്ഷേമ പെൻഷനും ജനങ്ങളുടെ അവകാശമായി മാറിയിരിക്കുന്നു. DA അടക്കമുള്ള അടിസ്ഥാന വർഗത്തിൻ്റെ ആവശ്യങ്ങൾ, ആ ആവശ്യങ്ങൾ എന്താണോ അത് കണ്ട് അതിന് പ്രയോറിറ്റി കൊടുക്കുക എന്നുള്ള നിലയിലേക്ക് കാര്യങ്ങൾ മാറുന്നു എന്നുള്ള. പിന്നെ എപ്പോഴും ചർച്ച ചെയ്യുന്ന ഒരു വിഷയമുണ്ട്. എന്താണ്? ഈ പിണറായി വിജയനെ വിമർശിക്കാൻ ഭയമാകുന്നു എന്നുള്ളതാണ് CPM-നെ കുറിച്ചുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വിമർശനമായി എല്ലാ കാലഘട്ടത്തിലും വരുന്നത്. നോക്കൂ, ഇപ്പം ജില്ലാ കമ്മിറ്റികൾ തോറും പിണറായി വിജയൻ വിമർശനം വരികയല്ലേ. 5 ദിവസത്തെ സെക്രട്ടേറിയറ്റ് സംസ്ഥാന സമിതിയിൽ പിണറായി വിജയൻ വിമർശനം ഉണ്ടായിരുന്നില്ലേ നമ്മളടക്കം റിപ്പോർട്ട് ചെയ്യുന്നത്. അതാണെന്നെ ഈ പാർട്ടി. നോക്കൂ, ഇനിയിപ്പോൾ ഒക്ടോബറിൽ പാർട്ടി കോൺഗ്രസ് വരാൻ പോവുകയാണ്. ബ്രാഞ്ച് തലം മുതൽ അഖിലേന്ത്യാ തലം വരെയുള്ള കമ്മിറ്റികളെ തിരഞ്ഞെടുക്കുന്നതിന് വേണ്ടി ഈ പറയുന്ന ഉൾപാർട്ടി വിമർശനങ്ങളും ചർച്ചകളും ഉണ്ടാകും. ഒരു കാര്യം പോലും ഈ പറയുന്ന ഇഴക്കീറി പരിശോധിക്കുന്നതിന് ഒരു ഘട്ടത്തിലും വിസമ്മതിക്കുകയോ ആ വിമർശനത്തിൽ നിന്ന് മാറി നിൽക്കുകയോ ചെയ്തിട്ടുള്ള പാർട്ടിയല്ല. അതാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഘടന എന്ന് പറയുന്നത്. പിന്നെ മുണ്ടുടുക്കുന്ന മോദി എന്ന് പറയുന്നത്, എന്ത് മുണ്ടുടുക്കുന്ന? കേരളത്തിൽ മതേതര രാഷ്ട്രീയം ഉയർത്തിപ്പിടിച്ചിട്ടുള്ളത് രാഷ്ട്രീയ നേതാക്കൾ. ഇപ്പോൾ ഈ ആരുടെയാണ്? ഇപ്പോൾ പറയും CPI-യുടെ ആണെന്ന് പറയും. തെറ്റാണെന്നേ, അങ്ങനെയൊന്നും അല്ല. നോക്കൂ, ഇതൊക്കെ ഈ പിണറായി വിജയൻ ഒരു രാഷ്ട്രീയ ശത്രുവായി കാണുന്ന ചില സമൂഹമുണ്ട്, ഒരു വിഭാഗം ആളുകളുണ്ട്. അവരുടെ സംഭാവനയാണ്. ഈ സ്വന്തം കൊടി മുണ്ടിൻ്റെ മടക്കുത്തിൽ വെച്ചിട്ടുള്ള, അസ്തിത്വം നഷ്ടപ്പെടുത്തിയിട്ടില്ല ഈ മുസ്ലിം ലീഗ് പോലുള്ള രാഷ്ട്രീയ പാർട്ടികളാണോ ഈ പിണറായി വിജയനെ മുണ്ടുകൊടുക്കുന്ന മോദി എന്ന് പറയുന്നത്? നാരങ്ങാവെള്ളം കൊടുത്ത പാർട്ടിയാണോ പിണറായി വിജയനെ മുണ്ടുകൊടുക്കുന്ന മോദി പറയുന്നത്? വളരെ പ്രധാനപ്പെട്ട ബില്ലുകൾ വരുന്ന ഘട്ടത്തിൽ ഫ്ലൈറ്റ് മിസ്സായി പോയ നേതാക്കളാണോ പിണറായി വിജയനെ മുണ്ടുകൊടുക്കുന്ന മോദി എന്ന് പറയുന്നത്? ഏതായാലും ഒരു കാര്യം ഞാൻ മുസ്ലിം ലീഗിനെ ഓർമ്മിപ്പിക്കുന്നു. മുസ്ലിം ലീഗിൻ്റെ ചരിത്രത്തിൽ വളരെ പ്രധാനപ്പെട്ട കാലഘട്ടത്തിൽ നമ്മളൊക്കെ ജീവിച്ചിരുന്നവരാണ്, മാധ്യമപ്രവർത്തനം നടത്തിയിട്ടുള്ളവരാണ്. ഈ തീവ്രവാദികൾക്ക് കീഴ്പ്പെട്ടാൽ ന്യൂനപക്ഷ മതവിഭാഗം എന്ന് പറയുന്നത് അതിലെ മഹാഭൂരിപക്ഷവും വളരെ മൃദു സമീപനം സ്വീകരിക്കുന്നവർക്കൊപ്പം നിൽക്കുന്നവരാണ്. ലീഗിനെ ഈ മഹാഭൂരിപക്ഷം കൈയൊഴിയുന്ന തീവ്രവാദ രാഷ്ട്രീയത്തിനൊപ്പം അവർ ചേർന്നാൽ അവർക്കായിരിക്കും അത് തിരിച്ചടി ഉണ്ടാവുക. ശരി, തോൽപ്പിച്ചത് ലീഗോ എന്നതായിരുന്നു നമ്മുടെ ചോദ്യം. നോ എന്ന 4 പേരും.